ചേർന്ന് സഭയാ കരങ്ങളെല്ലാം ഉയർത്തി നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. സന്തോഷമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഇന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടി ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം നമ്മെ നടത്തിയ കർത്താവിന്റെ കൃപകൾ ഓർത്തുകൊണ്ട് ഇന്നൊരു തുടക്കമായിരിക്കണം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനാമേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനാമേശുവേ സ്തോത്രത്തോടെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനവുമിതേ. കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനവുമിതേ. ഉള്ളം കലക്കും കള്ള സഹോദരർ അള്ളൂര ചെയ്യുകിലെന്തു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദരർ അള്ളൂര ചെയ്യുകി. ഇന്ന് സന്തോഷത്തോടെ സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും നീ കുടിക്കും. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും നീ കുടിക്കും. മരുഭു പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. മരുഭു പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും ആശിച്ച ദേശം കാണുകയായി.
ക്ലേശമകിലവും നീങ്ങുകയായി ആശിച്ച ദേശം കാണുകയാ ക്ലേശമകിലവും നീങ്ങുകയാ യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി ഒന്നിലും പതറിയിടരുതേ കണ്ണീരിൻ വഴി പോയി അവിശ്വാസത്തോട് ചേർന്ന് പറഞ്ഞേ ഒന്നിലും പതറിയിടരുതേ കണ്ണീരിൻ വഴി പോയി നമ്മോട് കൂടെയുള്ളവൻ മന്നരിൽ മന്നവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും മന്നരിൽ മന്നവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി സന്തോഷത്തോടെ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയവാൻ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി കഷ്ടവും മഹാശാസനയും നിന്ദയുമുള്ള ദിനവുമിതേ കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനവുമിതേ ഉള്ളം കലക്കും കള്ള സഹോദര വള്ളൂര ചെയ്യുകിലെന്തു ഭയം ഉള്ളം കലക്കും കള്ള സഹോദര വള്ളൂര ചെയ്യുകിലെന്തു ചേർന്ന സ്തോത്രത്തോടെ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി പാറയിൽ നിന്നു തേൻ പൊഴിയും ജീവനീരിൽ നിന്നും നീ കുടിക്കും ഓ പാറയിൽ നിന്നു തേൻ പൊഴിയും ജീവനീരിൽ നിന്നും നീ കുടിക്കും മരുഭു പ്രയാണം കഴിയും വരെയും മറക്കും അവൻ നമ്മെ ചിറകടിയിൽ മരുഭു പ്രയാണം കഴിയും വരെയും മറക്കും അവൻ നമ്മെ ചിറകടിയിൽ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയം സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ എഴുതിയിൽ വീടാലും അവിടെ ഞാൻ ഏകനല്ല എഴുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല വീഴുന്നതോ തീയിലല്ല എന്നെ യേശുവിൻ കരങ്ങളില വീഴുന്നതോ തീയിലല്ല എന്നെ യേശുവിൻ കരങ്ങൾ അതുകൊണ്ട് സന്തോഷത്തോടെ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് ചേർന്ന് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ
യേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിലാ. നടത്തുന്നത് യേശുവത്രേ, ഞാൻ അവൻ കരങ്ങൾ. അതുകൊണ്ട് ഇത് സന്തോഷത്തോടെ പരീക്ഷ എന്റെ ദൈവം, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം ചേർന്ന് അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ശക്തിയോടെ ചേർന്ന് പറ. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ. വിശ്വാസത്തോടെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, നമ്മെ കൈവിടാത്ത യേശു, എന്നെ കൈവിടാത്തവൻ. യേശു എൻ കൂടെയുണ്ട്. ചേർന്ന് പറഞ്ഞേ, എന്നെ കൈവിടാത്തവൻ യേശു എൻ കൂടെ. അതുകൊണ്ട് ചേർന്ന് സഭ ഒരുമിച്ച് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പരീക്ഷ, ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടു. അതുകൊണ്ട് എന്തിനെന്നു ചോദിക്കില്ല ഞാൻ. ഓ രീകൾ ചൗടാരെ എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എന്റെ യേശുവിൻ കാര്യങ്ങളില്ല. വിശ്വാസത്തോടെ വീഴുന്നതോ തീയിലല്ല, എന്റെ യേശുവിൻ കാര്യങ്ങൾ. ചേർന്ന് ശക്തിയോടെ, ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു. ഇത് പകൽ ചേർന്ന് പറ, ഞാൻ എന്റെ പരീക്ഷ അനുവദിച്ചാൽ ചോദിക്കില്ല ഞാൻ എന്റെ കർത്താവിനോട്. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ. യേശു എൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ. യേശു എൻ കൂടെയുണ്ട്. അതുകൊണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിന്
ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു. ചേർന്ന് കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ജനത്തിനായി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ചേർന്ന് ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങേണ്ടതിന്, ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് നമ്മുടെ മധ്യത്തിൽ വരേണ്ടതിന് ജനം ചേർന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ശക്തിയോടെ അന്യഭാഷയോടെ ഹല്ലേലൂയ വായികളെല്ലാം തുറന്ന് ശക്തിയോടെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടട്ടെ. Thank you, Lord. We worship you, Lord. Thank you, Jesus. Oh, thank you, Master of God. Riga sharare riga todere ge sharare riga riga sharare riga la mushere ge todere sharare gara gara riga sharare de ora ge sharare de riga todere ge sharare de ora ge sharare de riga shodere ge riga todere riga sharare de riga todere ge riga sharare oh sharara de സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങുവാൻ കർത്താവെ ചേർന്നെന്ന് പറഞ്ഞ് കർത്താവിലേക്ക് നോക്കി. എന്റെ അപ്പന്റെ സാന്നിധ്യം എന്നിലേക്ക്, എന്റെ സഭയിലേക്ക്, എന്റെ ജനത്തിന്മേലേക്ക് ഒന്ന് ഇറക്കണം അപ്പ എന്ന്. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. തരങ്ങളെല്ലാം തുറന്നൊന്ന് സ്തുതിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഹല്ലേലൂയ. അല്പനിമിഷം നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോടൊന്ന് പറഞ്ഞേ. എന്റെ ആവശ്യം ഇതാണ്, എന്റെ കർത്താവ് അതിന് മറുപടി നൽകുവാൻ മതിയായവനാണ്, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നപ്പ. ചേർന്ന് എല്ലാവരും ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നേ അല്പനിമിഷം. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഞാൻ എന്റെ കർത്താവിന് വേണ്ടി എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും നിർത്തിയത് എന്റെ കഴിവോ എന്റെ മിടുക്കോ അല്ല, അല്ലെ എന്റെ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നുമല്ല. ഇന്ന് പകൽ ചേർന്ന് പറ, എന്റെ അപ്പന്റെ സാന്നിധ്യം എന്നിൽ വന്നതുകൊണ്ടാ, കർത്താവിനെ ഞാൻ അറിഞ്ഞത് കൊണ്ടാ എന്റെ കുടുംബം ഇന്ന് നിലനിൽക്കുന്നേ. ഞാനും എന്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ. താളടിയായി പോയിടാതെ താങ്ങി എന്നെ താൻ ഭുജത്താൽ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചേ. ആ വരികൾ പറയുന്നത് കേട്ടോ.
ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല യേശു നിർത്തിയതാ. താളടിയായി പോയിടാതെ എപ്പോഴും സക്സസ് ആയെന്ന് വരത്തില്ല. എല്ലാ ജീവിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും, ഭാരങ്ങളുണ്ടാകും. എങ്കിലും താളടിയായി പോകാതെ നിന്റെ കുടുംബത്തെ നിന്നെ നശിപ്പിക്കുവാൻ ശത്രു നോക്കിയ സ്ഥാനങ്ങളിൽ എൻ്റെ കർത്താവ് ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് അയച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ആ കർത്താവിന്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞവർ, ആ കർത്താവിന്റെ ആ ഒരു കൃപ രുചിച്ചറിഞ്ഞവർ ഇന്ന് പകൽ ചേർന്നൊന്ന് പാടിക്കേ. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല യേശു നിർത്തിയതാ. ഇന്ന് പകൽ വിശ്വാസമുണ്ടോ? താളടിയാ പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജത്താ. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല യേശു നിർത്തിയതാ. താളടിയായി പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജം. അതുകൊണ്ട് ചേർന്ന് പറ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ചേർന്ന് അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ. ആ ചേർന്ന് പറഞ്ഞേ. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ. അതുകൊണ്ട് എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞേ. എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തി. അക്കാര്യങ്ങളെല്ലാം ഉയർത്തി. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വന്ത ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുവുണ്ട്. സ്വന്ത ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുവുണ്ട്. നൽകി എന്നിൽ അഭിഷേകം അതു തന്നെ എന്റെ ബലം. എത്ര പേർക്ക് വിശ്വാസം? നൽകി എന്നിൽ അഭിഷേകം അതു തന്നെ എന്റെ. അങ്ങനെയെങ്കിൽ ഇത് ചേർന്ന് പറ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഹല്ലേലൂയ
കുടുംബവും നിന്നതല്ല, യേശു നിർത്തി. ഇന്ന് പകലൊരു ജോയോടുകൂടെ പാടി. താളടിയാ പോയിടാതെ താങ്ങി എന്നെ തൻഭുജത്ത. ഒരിക്കൽ കൂടി ചേർന്നെന്ന്. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ. താളടിയാ പോയിടാതെ താങ്ങി എന്നെ തൻഭുജത്ത. ചേർന്ന് പറഞ്ഞേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്വത്രമല്ല വേറൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്വത്രമല്ല വേറെ. സ്വർഗത്തിലേക്ക് കരങ്ങളെല്ലാം ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരം കരമെല്ലാം ഉയർത്തി അവനോട് പറ, 2021 ആരംഭം മുതൽ അവസാനം വരെയും എന്നെ നടത്തിയത് നീയാ. 22 കാലുവെക്കാൻ കാരണം നീയാ. അതോട് ഒരു നിമിഷം നിങ്ങളൊന്ന് സംസാരിച്ചേ. നിങ്ങൾ താങ്ക്സ് ചെയ്തേ, നന്ദി പറഞ്ഞേ. ഒന്ന് താങ്ക്സ് പറഞ്ഞേ, ഒന്ന് താങ്ക്സ് പറഞ്ഞു. അപ്പാ, പല ആവർത്തി ഞാൻ വീഴാനിരുന്നതാ, എന്റെ കാലിടറിയതാ. മരണം പോലും ആഗ്രഹിച്ച കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്റെ സമപ്രായക്കാർ എന്നെ വിട്ടുപോയപ്പോഴും നീ എന്നെ താങ്ങി, നീ എന്നെ നടത്തി. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നേശുവേ. അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ യേശുവേ. കാരണം എന്താ? കഴിഞ്ഞ ആണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും നന്നായി. ഒന്ന് അപ്പനെ നോക്കി പറ, കഴിഞ്ഞ ആണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും നന്നായി നടത്തി. കാൽകല്ലിൽ തട്ടാതെ കാരം പിടിച്ച് തോളിൽ വഹിച്ചു എന്നപ്പനെ പോലെ. കാൽകല്ലിൽ തട്ടാതെ കാരം പിടിച്ചു തോളിൽ വഹിച്ചു എന്നപ്പനെ പോലെ. താലോലിച്ചിടും എൻ തായെ പോലെയും, ഓ താലോലിച്ചിടും എൻ തായെ പോലെയും. ചേർന്ന് അങ്ങേ മാത്രം ആരാധിക്കുന്നേ എൻ
എന്നപ്പൻ ഓ അങ്ങേ മാത്രം ഉയർത്തിയിടും. ശബ്ദമുയർത്തിക്കൊണ്ട് ഒന്ന് പാടാമോ? അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം എന്നേശുവേ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ. ഞാൻ ചോദിച്ചതിലും നീനച്ചതിലും ഓ അത്യന്തം പരമായി. ഒന്ന് ചെറുത് പാടിയട്ടെ. ഞാൻ ചോദിച്ചതിലും, ഞാൻ ചോദിച്ചതിലും ആമേൻ നീനച്ചതിലും അത്യന്തപരമായി, അത്യന്തം പരമായി എന്നിൽ നൽകിയും എൻ കഴിവിനായി ഒന്നും നേടിയില്ലേ ഞാൻ, തൻ കൃപയാണേ എല്ലാമേകിടുന്നതും, എൻ കഴിവിനായി ഒന്നും. ചേർന്ന് പറഞ്ഞാട്ടെ, അപ്പൊ നടത്തിയത് നീയാ, നിന്റെ കൃപ കൊണ്ടത് മാത്രമാ ഏകിടുന്നതും. അളവില്ലാതെ ഈ നിമിഷം വരെ, അളവില്ലാതെ ഈ നിമിഷം. അതുകൊണ്ട് കരമുയർത്തി അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നേശുവേ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ. Repeat with me. അങ്ങേ മാത്രം, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ. Louder and louder. അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ഉയർത്തി. ഞാൻ കാണുന്നു അവൻ ഇതിനകത്തോണ്ട് അങ്ങേ മാത്രം, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ. ഓ ദൈവ സാന്നിധ്യം ഇന്ന് ചിലരെ അങ്ങേ ഇന്നത്തെ പകൽ അസാധ്യതകളുടെ പകല, അത്ഭുതങ്ങളുടെ പകല. അതുകൊണ്ട് അങ്ങേ മാത്രം ചേർന്ന് പാടിയാട്ടെ. എന്നേശുവേ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ ഓ എന്നപ്പനെ, അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നേശുവേ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നേശുവേ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരും. ആക്ച്വലി ഞാൻ നാട്ടിൽ ബോൺ ചെയ്തതല്ല, ഞാൻ അമേരിക്കയിൽ നിന്നാണ്. 2 വർഷമായിട്ട് ഞാൻ ഇപ്പോൾ മൂവാറ്റുപുഴയിൽ താമസിക്കുന്നു. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വേണമെങ്കിൽ ഒരു റോളർ കോസ്റ്റർ പോലെ ഒന്ന് ഇമാജിൻ ചെയ്യാം. എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ്, എപ്പോഴും ഇങ്ങനെ സ്ലോപ്പ് ചെയ്യുന്ന ഒരു ജീവിതമായിരുന്നു. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഞാൻ വഴി തെറ്റി നടന്നു. ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ജീവിച്ചു, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിച്ചു. ബട്ട് അതിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു, അതിൽ നിന്ന് ദൈവം എന്നെ സഹായിച്ചു. ദൈവം എന്നെ ആത്മാവിൽ നിറച്ച് എന്നെ നടത്തി. ഇപ്പോൾ ഞാൻ ലയൺ ഓഫ് ജൂഡ മിനിസ്ട്രീസ്, ലയൺ ഓഫ് ജൂഡ ചർച്ചിൽ പോവുകയാണ് മൂവാറ്റുപുഴയിൽ. ദീസ് പാസ്റ്റ് 2 years എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായി ദൈവം നടത്തുവാണ്. ലാസ്റ്റ് ഇയർ ഓഫ് ക്രോസ് ഓവർ ആയിരുന്നു, ഞങ്ങളുടെ ചർച്ചിന് ഇയർ ഓഫ് ക്രോസ് ഓവർ ആയിരുന്നു. ബട്ട് ആ വർഷം എന്ന് പറഞ്ഞാൽ ഒരു ക്രേസി വർഷമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ആ വർഷമായിരുന്നു ഞാൻ ഒരു ടേണിംഗ് പോയിൻ്റ്, എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ക്രേസി ടേണിംഗ് പോയിൻ്റ് വന്നത്.
യുനോ ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു ഭയങ്കര സംഭവമാണ്. ദൈവമാണ് ഈ ഭയങ്കര സ്പെഷ്യൽ സംഭവമാണ്. നമ്മൾ എത്ര വഴിതെറ്റി നടന്നാലും അവൻ എപ്പോഴും വെയിറ്റ് ചെയ്യുക. നമ്മളെ ഹീസ് ഓൾവേസ് വെയിറ്റിംഗ് ഫോർ അസ്. നമ്മളെപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, നമ്മളെപ്പോഴും അവൻ്റെ അടുത്ത് വരുന്നതെന്ന്. അവൻ അത്രയും സ്നേഹിക്കുന്നു. ന്യായപ്രമാണം അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഈ ലോകത്തിൽ പാപി എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും. അത്രയും വേഴ്സ്റ്റ് ലെവലിൽ ഞാൻ നടന്നുകൊണ്ടിരുന്ന. ബട്ട് അതിൽ നിന്നൊക്കെ ദൈവമാണ് എന്നെ രക്ഷിച്ചു, എന്നെ സഹായിച്ചു. ദൈവം വല്ലവനാണ്, ദൈവം നല്ലവനാണ്. അവനെപ്പോലെ വേറെ ഒരു ആളും ഈ ലോകത്തില്ല. ഇത്രയും സ്നേഹിക്കുന്ന ഒരു അപ്പൻ വേറെ ഒരിടത്തും കിട്ടില്ല. സി, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു നടപ്പ് നോക്കുവാണെങ്കിൽ ഒരു മോൻ അപ്പം പറയുന്നൊന്നും കേൾക്കുന്നില്ല, അപ്പം പറയുന്നൊന്നും അനുസരിക്കുന്നില്ല, അവൻ തോന്നുന്ന പോലെ ജീവിക്കുക. ഇവൻച്വലി ആണെങ്കിൽ അപ്പം പറയും, നീ വരണ്ട, നീ വീട്ടിൽ വരണ്ട, എനിക്ക് നിന്നെ വേണ്ട, നീ വേണ്ട, നീ എൻ്റെ മകനല്ല എന്ന് പറയും. നീ ഞാൻ പറയുന്ന പോലെ നീ എൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ജീവിക്കുമല്ല, നീ മറ്റേ മത്തായി ചേട്ടനെ പോലെ, അവൻ്റെ മകനെ പോലെ നീ കള്ളു കുടിക്കുന്നു, നീ അങ്ങനെയാ, നീ എൻ്റെ മകനൊന്നുമല്ല, നീ പോ, നീ വീട് വിട്ടു പോ എന്ന് പറയും. ബട്ട് നമ്മളുടെ അപ്പൻ എന്ന് പറയുന്നത്, സ്വർഗീയമായിട്ടുള്ള അപ്പൻ എന്ന് പറയുന്നത് വെറും അപ്പനല്ല, അവൻ നമ്മളെ സ്നേഹിക്കുന്ന ഒരുവനാ. അവനാണെങ്കിൽ എത്ര വഴി തെറ്റിയാലും, നീ എത്ര വലിയ പാപം ചെയ്താലും അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ, വാ മകനെ വാ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുക, നീ എൻ്റെ അടുത്തൊന്ന് വാ, നീ എൻ്റെ അടുത്തൊന്ന് ക്ഷമ ചോദിക്കും, ഞാൻ നിന്നെ സ്നേഹിക്കും, ഞാൻ നിന്നെ വഴി നടത്തും, നീ വിചാരിക്കുന്നതിനേക്കാളും ഉപരി ഞാൻ നിന്നെ ഉയർത്തും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊന്നും പറയുന്നില്ല. ഇന്നലെ എനിക്കറിയില്ലായിരുന്നു ഞാനിവിടെ വരാൻ പോകുമായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ചർച്ചിലായിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞായിരുന്നു ഒരു വാക്യം പറയാനായിട്ട്. ദൈവം എന്നോടൊരു വാക്യം പറഞ്ഞായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 13:26. വേറെ വായിക്കണ്ട, ഞാൻ എടുത്ത് വായിക്കാം. ആക്ച്വലി ഒരാൾ വായിച്ചോ, അപ്പോസ്തല പ്രവൃത്തി 13:26. ഓക്കെ. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നത്: ഫെല്ലോ ചിൽഡ്രൻ ഓഫ് എബ്രഹാം ആൻഡ് യു ഗോഡ് ഫിയറിംഗ് ജെൻറ്റൈൽസ്, ഇറ്റ് ഈസ് ടു അസ് ദാറ്റ് ദിസ് മെസ്സേജ് ഓഫ് സാൽവേഷൻ ഹാസ് ബീൻ സെൻറ്റ്. ഈ വാക്യായിരുന്നു ദൈവം എന്നോട് പറഞ്ഞത് വായിക്കാൻ. പ്രസംഗിക്കുന്നില്ല, സമയമില്ല. ഒരു കാര്യം ഞാൻ ഇച്ചിരി നേരം മുമ്പ് പറഞ്ഞ ഒരു സംഭവത്തിനെ കുറിച്ച് ഒരു റിലേഷനുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രക്ഷ എന്ന് പറഞ്ഞാൽ എബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയോടും ജെൻറ്റൈൽസ് മീനിങ് പുറം ജാതിക്കാർ, മീനിങ് ജാതിയന്മാർ, മീനിങ് ജെൻറ്റൈൽസ്, പുറത്തുള്ള ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ രക്ഷ ഫേവറിറ്റിസം ഉള്ള രക്ഷയല്ല. ഈ രക്ഷ എന്താ? പാർഷ്യാലിറ്റി ഉള്ള രക്ഷയല്ല. യേശുവാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന്, ഇതെൻ്റെ ഒരു ചിന്തയാണ്, യേശുവാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ, ദൈവമാണെങ്കിൽ പിതാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് നോക്കുമ്പോൾ അവൻ മനുഷ്യനെ കാണുന്നു. മനുഷ്യനെ രക്ഷിക്കാനായിട്ട്, അവനെ റൈച്ചസ് ആയിട്ട്, അവനെ നീതിയുള്ളവരെ ആക്കി മാറ്റാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവർക്കാണെങ്കിൽ ന്യായപ്രമാണം കൊടുത്തു, അവർക്കാണെങ്കിൽ 10 കൽപ്പനകൾ കൊടുത്തു, അവർക്ക് പല ഡിഫറെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അവരെ ഒന്ന് റൈറ്റാക്കി, അവരെ പാവമില്ലാത്തൊരു ജീവിതത്തിൽ നയിക്കാനായിട്ട് അവരെ സഹായിച്ചു. ബട്ട് ആ ന്യായപ്രമാണം കൊടുത്തിട്ട് അവർ വീണ്ടും പാപം ചെയ്യുക. അവരെത്ര പ്രാവശ്യം ഇത് പാപം ചെയ്യാതിരിക്കാൻ നോക്കുമ്പോൾ പോലും അവരുടെ ജഡം കാരണം അവർ വീണ്ടും പാപം ചെയ്യുക. അപ്പോൾ മനുഷ്യന് രക്ഷ അവിടെ കിട്ടുന്നില്ല. ബട്ട് ദൈവം നോക്കിയപ്പോൾ ഒരു കാര്യം കിട്ടി. ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട്, ദൈവത്തിനൊരു ലോ ഉണ്ട്. ആ ലോ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നവൻ മരിക്കണം, പാപം ചെയ്യുന്നവൻ മരിക്കണം. പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ, പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ ദൈവം നോക്കിയപ്പോൾ മനുഷ്യനാണെങ്കിൽ പാപം ചെയ്യുന്നു. മനുഷ്യൻ യാഗം കഴിച്ച് കഴിയുമ്പോൾ വീട്ടിലോട്ട് നടക്കുമ്പോൾ വീണ്ടും പാപം ചെയ്യുന്നു. അവൻ പാപം ചെയ്ത് അവൻ്റെ ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പാപത്തിൻ്റെ അവൻ്റെ മേലുള്ള അമൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ജനിച്ചപ്പോൾ ഒരു പാപമായിരിക്കും ചെയ്തേക്കുന്നത്. 10 വർഷം കഴിഞ്ഞപ്പോൾ എത്രയാ? കോടികൾ പാപം. എത്ര? 10 കോടി, 200 കോടി, കോടികൾ, അത്രയും പാപമാണ് അവൻ ചെയ്തത്. ഇവന് ഒരിക്കലും രക്ഷ കിട്ടുന്നില്ല. അവൻ യാഗം കഴിക്കും, പണ്ട് ചെയ്ത പാപം എല്ലാം നീക്കിപ്പോകും, അതെല്ലാം ക്ഷമിക്കപ്പെടും. ബട്ട് ഇച്ചിരി കഴിയുമ്പോഴോ, 1 മണിക്കൂർ കഴിയുമ്പോൾ, 10 മണിക്കൂർ കഴിയുമ്പോൾ
ഒരു ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ അവരെ വീണ്ടും പാപിയായി, വീണ്ടും മരിക്കണം. അപ്പോൾ പിതാവാണെങ്കിൽ, യേശുവാണെങ്കിൽ, ദൈവമാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ മനുഷ്യനാണെങ്കിൽ പാപത്തിൽ നിന്ന് ഒരു ഓവർകം ചെയ്യുന്നില്ല, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഔട്ട്കം ചെയ്യുന്നില്ല, പാപത്തിൻ്റെ മരണത്തിൻ്റെ ശാപവും മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല, ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല. അപ്പോൾ പിതാവ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു കളക്റ്റീവ്, ഒരു ടേമായി അല്ലെങ്കിൽ ഒരു വർഗമായി ഇങ്ങനെ എടുത്തു. മനുഷ്യൻ്റെ സകല പാപം എവ്രിതിങ്. ഒരു മനുഷ്യൻ 100 കോടി പാപം ചെയ്തു എന്ന് സങ്കല്പിക്കുക. എത്ര കോടി മനുഷ്യനാണ് ഈ ഭൂമിയിലുള്ളത്? അപ്പോൾ അത്രയും മനുഷ്യന്മാരുടെ പാപം മനുഷ്യനെ ഒരു കളക്റ്റീവ് ടേമാക്കി, അതിനെ പാപി ഈ ടേം എടുത്തിട്ട് പുത്രൻ്റെ മേലോട്ട് പുത്രൻ്റെ മേലോട്ട് കൊടുത്തു. ബിക്കോസ് പുത്രൻ്റെ രക്തമെന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത രക്തമാണ്. പാപമില്ലാത്ത രക്തമാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇവനാണെങ്കിൽ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള യാഗമാണ്. മാനെ ഒരു ടേമായിട്ട് എടുത്തു, മാനെ ഒരു സിൻഫുൾ മാനെ എടുത്തു. ഈ സകല മാൻകൈൻഡ്, ഹോൾ മാൻകൈൻഡിന് വേണ്ടി ഒരു യാഗം. മുമ്പാണെങ്കിൽ ഒരു മനുഷ്യന് വേണ്ടി ഒരു യാഗം. ഇവിടെയാണെങ്കിൽ മനുഷ്യനെന്ന് പറഞ്ഞ കളക്റ്റീവ് ടേമിനെ എടുത്തിട്ട് അതിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി യേശുവിനെ കൊടുക്കുന്നു. കാരണമുണ്ടല്ലോ, മനുഷ്യൻ യാഗം കഴിച്ചപ്പോൾ ആനിമൽസിന് കൊടുത്തു. അതിന് പാപമില്ല, ബട്ട് ഇങ്ങനെ ആനിമൽസിന് കൊടുത്തു. ഈ പുത്രൻ ഈ കുഞ്ഞാടിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഈ രക്തം പാപമില്ലാത്ത രക്തം. അവൻ എത്ര പാപം വേണമെങ്കിലും അവന് വഹിക്കാം, അവന് ഹോൾഡ് ചെയ്യാം. അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ അവൻ പഴയതും ഇപ്പോഴും ഇനി വരാൻ പോകുന്ന തലമുറേൻ്റെ സകല പാപങ്ങളും അവൻ ചുമന്നു. അവൻ ആ ക്രൂശിൽ മരിച്ചു. നിനക്ക് വേണ്ടി നിന്റെ പരിഹാരമായത് അവനായിരുന്നു, വേറെ ആരുമല്ല. വേറെ മാതാവല്ല, വേറെ പുണ്യാളന്മാരല്ല, വേറെ ഒന്നുമല്ല. നിന്റെ പരിഹാരമായത് ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. ആമേൻ, ഹല്ലേലൂയ. നിന്റെ പരിഹാരം. ആമേൻ, ഹല്ലേലൂയ. അത് ഞാൻ വിശ്വസിച്ചപ്പോൾ എനിക്ക് രക്ഷ കിട്ടി. എനിക്ക് പാപത്തിൽ നിന്ന് രക്ഷ കിട്ടി, എനിക്ക് ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷ കിട്ടി, എനിക്ക് മരണത്തിൽ നിന്ന് രക്ഷ കിട്ടി. അതുമാത്രമല്ല, എൻ്റെ പഴയ പാപി ആയിട്ടുള്ള ആ ജീവിതത്തിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടി. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആ രക്ഷയുണ്ട്? എത്ര പേർക്ക് ആ രക്ഷ വേണം? ഹല്ലേലൂയ, ആമേൻ. വേറൊന്നും പറയുന്നില്ല, ആ രക്ഷ കാരണമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. റൈറ്റ്, ആമേൻ, താങ്ക് യു. അപ്പോൾ ഈ ചർച്ചിൻ്റെ പാസ്റ്ററും ജോജ പാസ്റ്ററും ഈ ചർച്ചിലുള്ള സകല മെമ്പേഴ്സിനോട് എൻ്റെ താങ്ക് യു പറയുന്നു. എന്നെ ഇൻവൈറ്റ് ചെയ്ത് ജോജ പാസ്റ്ററും ജോസ് ബ്രദറിനെയും താങ്ക് യു ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. അതിന് ഈ കർത്തൃദാസന് ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. ലയൺ ഓഫ് ജൂഡ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ അവർ അഭിഷിക്തനാണ് ദൈവമായി ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തത്. കർത്തൃദാസൻ ഒരുപാട് മീറ്റിംഗ് എല്ലാം മാറ്റി വെച്ചിട്ട് ഇതിന് ശേഷം മടങ്ങിപ്പോകണം. ആ പോകുന്നതിന് മുമ്പ് നമ്മൾ ചിലത് പ്രാപിച്ചേ പറ്റൂ. ഇവിടെ തൻ്റെ ദാസനെ അയച്ചത് നമ്മുടെ അപ്പനാ. എന്തിനാ? വെറുതെ മെസ്സേജ് പറയാനല്ല, മക്കൾക്കുള്ളത് ചിലത് തരാനാ. അതുകൊണ്ട് നമ്മൾ കരമടിച്ച് കർത്തൃദാസനെ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വർഷത്തിൻ്റെ ആരംഭ സൺഡേയിൽ മഹത്വപ്പെട്ടാകട്ടെ. വിശേഷാൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, കർത്താവിൻ്റെ ദാസൻ്റെ അമ്മ, കുടുംബം, സ്നേഹിക്കുന്ന ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശരീരം കൊണ്ട് താൻ ദൂരസ്ഥനാണെങ്കിലും എനിക്കറിയാം ഹൃദയം കൊണ്ട് ജോ പാസ്റ്റർ ഇവിടെ തന്നെ ആയിരിക്കും, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച പുതുവത്സര ആരംഭത്തിൽ 2 പാസ്റ്റർമാരാണ് സ്വന്തം ചർച്ചിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഒന്ന് ഞാൻ, ഒന്ന് ഇവിടുത്തെ പാസ്റ്റർ. പക്ഷേ രണ്ടിനും പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം അറിഞ്ഞിട്ട് സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. ആ ബോധ്യത്തോടു കൂടി ഇരിക്കട്ടെ. കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് മുൻപേ സാക്ഷ്യം പറഞ്ഞ ജോഷുവ എൻ്റെ ആത്മീയ പുത്രനാണ്. അമേരിക്കയിൽ താൻ ജനിച്ചു വളർന്നു. ഒരു അമേരിക്കൻ കൾച്ചറിൽ ജീവിച്ചു. അമേരിക്കൻ ലാംഗ്വേജ് സാധാരണ ഇംഗ്ലീഷല്ല, അമേരിക്കൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു മകനാണ്. പക്ഷേ അത് അപ്പോൾ തന്നെ മലയാളം നല്ല സ്ഫുടമായിട്ട് സംസാരിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ.
കഴിഞ്ഞ നാളുകളിൽ പലയിടങ്ങളിലും ഞാൻ പോകുന്നിടത്ത് എന്നോടൊപ്പം യാത്ര ചെയ്യാനും ഞാൻ ഈ കൊണ്ടു നടക്കുന്നതിന് ഉദ്ദേശം വേറൊന്നുമല്ല. കുറച്ച് മുമ്പ് ജോസ് ബ്രദർ പറഞ്ഞതുപോലെ എന്നിൽ നിന്ന് പലതും പുള്ളി അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ കണ്ണടച്ചിരിക്കുകയാണ്. പ്രാപിക്കട്ടെ, എല്ലാവരും പ്രാപിക്കട്ടെ, എല്ലാവരും നിറയട്ടെ. ഇതെല്ലാം ദൈവം തന്ന ഗിഫ്റ്റല്ലേ? ദൈവം തന്നതല്ല നമുക്കൊന്നുമില്ല അല്ലേ? ശുശ്രൂഷയാണെങ്കിലും കൃപാവരങ്ങളാണെങ്കിലും എല്ലാം ദൈവം തന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സ്വന്തമായിട്ടൊന്നും നമുക്ക് പറയാനൊന്നുമില്ല ഈ ഭൂമിയിൽ. അതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് എനിക്കൊന്നും ഒത്തിരി കാര്യങ്ങൾ ദൈവസഭയെ നോക്കി പറയാൻ കർത്താവിനെ ഏൽപ്പിച്ച ചില ദൂതുകളുണ്ട്. ആ ദൂത് ഞാൻ നിശ്ചയമായിട്ടും ഇവിടെ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തിനാണ് ദൈവം എന്നെ അയച്ചത് എന്ന്. എന്നോട് എല്ലാവരും ചോദിച്ചു, പാസ്റ്റർ എന്ത് പണിയാണ് കാണിച്ച്? ആദ്യത്തെ ഞായറാഴ്ച പാസ്റ്ററുടെ ഒരു മെസ്സേജ്, കാര്യം ഞങ്ങളുടെ അവിടെ 4 പാസ്റ്റർമാരുണ്ടെങ്കിലും ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു നിറമുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ എന്നെ ഒത്തിരി പേര് വിളിച്ച്, പാസ്റ്റർ പോയിട്ട് വേഗം വരാൻ ശ്രമിക്കണം എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ദൈവം അനുവദിച്ചാലെല്ലാം വരാം. സ്തോത്രം. എൻ്റെ പേര് ജോജോ. എനിക്ക് 2 കുട്ടികൾ. കുടുംബമായിട്ട് അമേരിക്കയിലായിരുന്നു. എന്നാലിപ്പോൾ 1-2 വർഷമായിട്ട് നാട്ടിൽ കർത്താവിൻ്റെ വേലയോടെ ബന്ധത്തിലായിരിക്കുന്നു. മൂവാറ്റുപുഴയിൽ ലയൺ ഓഫ് ജൂഡ എന്നൊരു മിനിസ്ട്രി കഴിഞ്ഞ 3.5 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്താൽ ആരംഭിച്ചു. സ്തോത്രം. ദൈവത്താൽ ആരംഭിക്കുന്ന ഒന്നും പരാജയപ്പെട്ടു പോകത്തില്ല. മനുഷ്യ ചിന്തയിലോ മാനുഷിക പ്ലാനുകളിലൊക്കെ ആരംഭിക്കുന്നതെല്ലാം ചില മാസങ്ങളും ദിവസങ്ങളും കഴിയുമ്പോൾ അത് കെട്ടുപോകും. എന്നാൽ ദൈവം ആരംഭിച്ചൊന്നും ഇന്ന് വരെ കെട്ടിട്ടില്ല, ഇനി ഒരിക്കലും കെടത്തുമില്ല. അതുകൊണ്ട് ആ ബോധ്യവും ദർശനത്തോടു കൂടെ തന്നെയാണ് ഈ പട്ടണത്തിലും കർത്താവ് വേല ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ, ആ ദർശന ബോധത്തോടു കൂടി ചേർന്ന് നിന്ന്, ആ വെളിപ്പാടിനോട് കൂടി ചേർന്ന് നിന്ന്, അതിനോട് ചുമല് കൊടുത്തുകൊണ്ട് ആത്മാവിൽ ആരാധിക്കുമ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തികളെ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞാൻ 24 വയസ്സ് ഉള്ളപ്പോൾ എനിക്കൊരു മേജർ ആക്സിഡൻറ്റ് എൻ്റെ ജീവിതത്തിലുണ്ടായി. എറണാകുളത്ത് വെച്ച് ഒരു നടന്നു പോകുന്ന വഴിക്ക് ഒരു വാഹനം എന്നെ പുറകിൽ നിടിക്കുകയും അതോടുകൂടി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയൊരു വ്യക്തിയാണ് ഞാൻ. ഓൺ ദ സ്പോട്ടിൽ എൻ്റെ ശരീരം, ഡെഡ് ബോഡി നിലത്ത് കിടക്കുന്നത് അല്പം മുകളിലായി നിന്നുകൊണ്ട് തന്നെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഒരു വ്യക്തിയിൽ നിന്ന് ആത്മാവ് തൻ്റെ ശരീരം വിട്ടു പോകുന്ന ചില നിമിഷങ്ങൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആത്മാവിന് നന്നായി കാണാൻ കഴിയും എന്നുള്ളത് എൻ്റെ മരിച്ചവൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ്. നിങ്ങൾക്ക് ആ സാക്ഷ്യം ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. അതുപോലെ തന്നെ എഫെസ്യ ലേഖനത്തിലും ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങുന്നവരെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പീൻ. സ്തോത്രം. ഞാൻ 2 മരിച്ചുപോയ വ്യക്തികളുടെ നടുക്കാണ് ഞാനും കിടന്നത്. സ്തോത്രം. ഒന്ന് മലയാറ്റൂർ പള്ളി പെരുന്നാളിന് ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു പോലീസുകാരന് എൻ്റെ ഒപ്പം തന്നെ വാഹനം ഇടിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ വന്ന ഒരു 25-26 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടക്കരച്ചിൽ കേട്ടു. ഞങ്ങളുടെ അച്ചാച്ചൻ ഞങ്ങളെ വിട്ടുപോയി എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ റൈറ്റിൽ കിടന്ന പോലീസുകാരൻ യാത്ര പറഞ്ഞു. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, അടുത്തത് അതുപോലെ തന്നെ ശ്വാസം വലിച്ച് കിടക്കുന്നൊരു മനുഷ്യനാണ് ഞാനും. അവസാനത്തെ ശ്വാസം. അപ്പോൾ എനിക്കറിയാം ആ വന്ന മരണദൂതൻ ഇവിടെ തന്നെയുണ്ട്, പോയിട്ടില്ല, ഈ റൂമിലുണ്ട്, അടുത്ത മരണം എൻ്റെയാണെന്ന് ഞാൻ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു അമ്മയുടെ കരച്ചിൽ, അയ്യോ എൻ്റെ മകൻ ഞങ്ങളെ ഇട്ടിട്ട് പോയി. സ്തോത്രം. 2 മരണങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും. ഏതാനും മണിക്കൂറുകൾ ആ ബോഡി ശരിയാക്കുന്നതോടെ വരെയും ഞാൻ അവരുടെ നടുവിലായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. നേരം വെളുക്കുമ്പോൾ ഞാൻ ICUവിലാണ്. ഡോക്ടർ എന്നോട് ചോദിച്ച കാര്യം ഇതാണ്, നിൻ്റെ അവസാനത്തെ ആഗ്രഹമെന്ന്. ഇതാ ഈ മെഡിക്കൽ സയൻസ് നമ്മോട് പറയാനുള്ളൂ. നിൻ്റെ ആഗ്രഹം എന്താണ്? മെഡിക്കൽ സയൻസ് നിന്നെ കൈവിട്ടു. ഇനി രക്ഷിക്കാൻ കഴിയുന്നത് കർത്താവിനോ ദൈവത്തിനോ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറയും. എന്നെ ചികിത്സിച്ച 2 ഹൈന്ദവ ഡോക്ടർമാരാണ്, ന്യൂറോ സർജന്മാർ. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു. 2004 ഈ സംഭവം നടക്കുന്നത്.
അവർ പറഞ്ഞു നിങ്ങളുടെ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. നോക്കണം, ആ ഡോക്ടർമാർക്ക് പോലും നമ്മുടെ ദൈവത്തിൽ ആമേൻ അല്പമായ വിശ്വാസം അവർക്കുമുണ്ട്. പക്ഷേ എന്നെപ്പോലെ അല്ലായിരുന്നു എൻ്റെ ഫാദർ. ഇവിടെ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ദീർഘകാലം ജോലി ചെയ്തിട്ട് ഒരാളാണ്, പല സ്റ്റേഷനിലും പെരുമ്പാവൂർ. അപ്പോൾ എൻ്റെ ഫാദർ നല്ല ഫെയ്ത്തുള്ളൊരു മനുഷ്യനായിരുന്നു. അന്നത്തെ കാലത്തിൽ നല്ലൊരു പ്രവാചകനായിരുന്നു. പക്ഷേ ഈ പ്രവാചകൻ്റെ ശബ്ദം ഞാൻ മാത്രം കേട്ടിട്ടില്ല, കേൾക്കുന്ന ഇഷ്ടവുമില്ല, ആരാധനയ്ക്ക് പോകത്തില്ല, പോകാൻ ഇഷ്ടമില്ല, ഉഴപ്പി നടന്നൊരു സ്വഭാവമായിരുന്നു. പക്ഷേ എന്നെ പിടിക്കണമെങ്കിൽ വേറെ ഒരു മാർഗമില്ലാത്തത് കൊണ്ട് മാത്രമാണ് കർത്താവ് എന്നെ ഈ ഒരു നിലയിലൂടെ കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാക്കി. വേറെ ഒരു നിലയിലും ഒരു പ്രവാചകനോ ഒരു പാസ്റ്റർമാർക്കോ എന്നെ ഒതുക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള അത്ര ഒരു സ്വഭാവമായിരുന്നു. ഇപ്പോൾ അത്ര മനസ്സിലാക്കിയാൽ മതി. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, 1-2 കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നൊരു വ്യക്തിയായി. ഇവിടെ തന്നെ ഉണ്ട്, ഈ അടുത്ത ലോക്കലിലൊക്കെ. ഞാനൊരു വലിയ അഹംഭാവമൊന്നും പറഞ്ഞതല്ല, പക്ഷേ അങ്ങനെയുള്ളവരെയും ദൈവത്തിന് മാറ്റാൻ കഴിയുമെന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല തിരക്കേറിയ ശുശ്രൂഷയായിരുന്നു. ഇന്നലെ രാത്രിയും ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ അങ്കമാലിയിൽ ജോബ് പാസ്റ്ററുടെ ചർച്ചിലോട്ട് പോവുകയാണല്ലോ, എന്താ അവിടെയുള്ള ദൈവമക്കളോട് ഞാൻ സംസാരിക്കട്ടെ? എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ കുറേ നേരം നോക്കിയിരുന്നിട്ട് ഞാൻ കയറിക്കിടന്നു. സ്തോത്രം, ഉള്ളതാണ് പറഞ്ഞത്. ഞാൻ കയറി കിടന്നു. നേരം വെളുത്തു ഒരു 5 മണിയായപ്പോൾ എഴുന്നേറ്റ് വല്ലതും കിട്ടുമെന്ന് നോക്കി, ഒന്നും കിട്ടിയില്ല. വീണ്ടും കിടന്നു. കാമി സ്തോത്രം. 6 മണിയായപ്പോൾ എഴുന്നേറ്റു, വീണ്ടും പ്രാർത്ഥിച്ചു, വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ എൻ്റെ കൂടെ ഒരു ജോഷുവ മോനുണ്ടല്ലോ, അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ ഇന്ന് ആത്മാവിൽ നിറയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിലൊരു ശബ്ദം വരുന്നു. സ്തോത്രം. ആ ശബ്ദം മറ്റൊന്നുമല്ല, ഈ ദൈവസഭയെ നോക്കി പ്രാരംഭത്തിൽ മറ്റ് ശുശ്രൂഷകളൊക്കെ കിടക്കുന്നതിന് മുൻപായിട്ട് ആ ദൂത് എനിക്ക് റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ദൂത് റിലീസ് ചെയ്യുമ്പോൾ ഇത് വിലപ്പെട്ട ദൂതായതുകൊണ്ട് ആ ദൂത് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കാൻ നിൽക്കുന്നൊരു അതേ ഒരു മനോഭാവത്തിൽ വേണ്ടിയിരിക്കും. ഞാനിവിടെ ഒരു 10 ലക്ഷം രൂപ ഗോൾഡൻ കോയിൻ വലിച്ചെറിയുമ്പോൾ അത് പറക്കിയെടുക്കുവാൻ നിങ്ങൾക്കുണ്ടാകുന്ന ആവേശം പോലെ ആയിരിക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവം സംസാരിക്കുന്ന ദൂത് ഏറ്റെടുക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എത്ര പേർ തയ്യാറാണ്, കർത്താവേ, അങ്ങ് അരുളി ചെയ്യുന്ന ദൂത് അത് ഏറ്റെടുക്കുവാൻ? ദൈവസഭയിൽ ദൈവമക്കൾ, ദൈവജനങ്ങൾ, ഹല്ലേലൂയ, ഞങ്ങൾ തയ്യാറാണെങ്കിൽ അത് കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്തട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാം റിലാക്സ് ആയിട്ടിരുന്നു. നമ്മുടെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ചിരിച്ച് സന്തോഷത്തോടെ അത് റിസീവ് ചെയ്യാനുള്ള ഒരു മനോഭാവത്തോടെ ഇരിക്കണം. ഞാൻ ആ ദൂത് റിലീസ് ചെയ്യും. വേണം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് കണ്ണടച്ച്, നിങ്ങൾ എല്ലാവരും കണ്ണടച്ച്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു. എല്ലാവരും ആരും കണ്ണ് തുറക്കരുത്. എല്ലാവരും കണ്ണടച്ചു. കുഞ്ഞുങ്ങളെല്ലാം കണ്ണടച്ചോ. ഹോളി താങ്ക് യു ജീസസ് ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ് ലോർഡ്, ഹല്ലേലൂയ. We welcome you, Holy Spirit. Hallelujah. We welcome in this presence. Hallelujah. Father, we need your presence this morning. Hallelujah. Holy Spirit, thou art welcome in this place. Holy Spirit, thou art welcome in this place. Omnipotent Father of mercy and grace, thou art welcome in this place. Hallelujah. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് Hallelujah. 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 Basheteni babasi. Hallelujah. Holy Spirit. Hallelujah. We welcome you in this presence, Lord. Hallelujah. Hallelujah.
sheterema hasmamia lobro shitiria. Hallelujah. Hallelujah. Hosanna. Hallelujah. Hosanna. Hallelujah. Hosanna. Hallelujah. Hosanna. Hallelujah. Hosanna. Yes, Father. Hallelujah. Hosanna. Hallelujah. Hosanna. Hallelujah. Hosanna. Father, we love you and we give all glory and honor you, Lord. Lord, we come before the presence, Lord, hallelujah. We humble ourselves this morning, hallelujah. We want to hear from you, Lord. Holy Spirit, talk to us, hallelujah. There is nothing impossible for your hand, hallelujah. Father, we humbly trust in you, hallelujah. We need your glory. We need your presence, hallelujah. We need your presence, hallelujah. Send your presence, hallelujah. Send the Holy Spirit, hallelujah. Ministers, hallelujah. We welcome you, hallelujah. Father, I adore you in the mighty name of Jesus, hallelujah. I decree, I declare the word of God, hallelujah. Robala, Halsmana, Ribaba, Shekamana, Hamdal, Kamana, Vaidaba, Rimasmoloraba, Shetaraba. We worship you, Lord. We worship you, Lord. We worship you, Lord. Holy Spirit, our welcome in this presence, hallelujah. Omnipotent, hallelujah. Thou art grace and mercy and love, hallelujah. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കൊന്നും വേണ്ട കർത്താവ്, മറ്റൊന്നും വേണ്ട. അങ്ങയുടെ കൃപയൊന്നു മാത്രം ഞങ്ങൾക്ക് മതി കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യത്തിനകത്തും കർത്താവേ, ഞങ്ങൾക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല കർത്താവേ. അങ്ങയുടെ കൃപ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വെളിപ്പാടുകൾ കർത്താവേ ജനത്തിന്റെ മേൽ ഇന്ന് പകൽക്കാലം നീ അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ രാമാന ഹസ്തിയ ലിബി ഏറിയ കൃപകളായി ഇന്ന് പകൽക്കാലം നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സകല ശൂന്യതകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കർത്താവേ. സകല നിരാശകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കർത്താവേ. സകല ഭയങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Lord, we praise you, Lord. In Jesus' name I pray. Amen, 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 amen. Hallelujah. കർത്താവിൻ്റെ ദാസൻ്റെ അഭാവത്തിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ജോസ് ബ്രദറിനെയും ഇവിടെയുള്ള എല്ലാ ടീമങ്ങളെയും ഓർത്തൊരു പ്രാവശ്യം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്താ മറന്നു പോകരുത്, ദൈവം തന്ന ദൂത് റിലീസാകും കേട്ടോ. ആമേൻ. സോ നല്ല പാട്ട് പാടി കേട്ടോ, നല്ല പാട്ട് പാടി. അത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും കർത്താവ് ചില പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനൊന്ന് വിധേയപ്പെടുത്തി കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. അസാധാരണമായ ചില പ്രവൃത്തികൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കാൻ പോവുക. സോ Lord Jesus, glory to God. അപ്പോൾ ദൂത് ഇതാണ്. ആമേൻ, സ്തോത്രം. അപ്പോസ്തോലന്മാരുടെ കാലത്ത് നടന്ന അത്ഭുതങ്ങളും അപ്പോസ്തോലന്മാരുടെ കാലത്ത് നടന്ന വീര്യപ്രവർത്തികളും, സ്തോത്രം, അത് ചെയ്യുവാൻ ദൈവം കണ്ട ഒരു സഭയാണ് ചാരിസ് ഫെലോഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. ആമേൻ, ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ പൗലോസ് എന്ന മനുഷ്യൻ ജീവിച്ചിരുന്നാൽ
അവൻ ദൈവസഭയ്ക്കും മക്കൾക്കും പ്രതികൂലമാണെന്ന് ചിന്തിച്ചവരും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അവൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അതേ മനുഷ്യനിൽ ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ, ഹല്ലേലൂയ, അത് തിരിച്ചറിഞ്ഞ പിശാച് പല വിധത്തിൽ പൗലോസിന് നേരെ ആക്രമിക്കുവാൻ ചെന്നു. ആമീൻ, ഹല്ലേലൂയ. അവനെ കൊല്ലുവാൻ നോക്കി, വെള്ളത്തിൽ മുക്കി കൊല്ലുവാൻ നോക്കി. അവിടെയും അതിനെ അതിജീവിച്ചുകൊണ്ട് ഒറ്റ പലകയ്ക്കകത്ത് പിടിച്ചുകൊണ്ട് മാൾട്ട ദ്വീപിനകത്തോട്ട് കയറി. ഹല്ലേലൂയ. അവിടെയും അവനെ തകർക്കുവാൻ നോക്കി. പക്ഷേ അവിടെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരം അവൻ്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അവിടെയും അതുവരെ നിലനിന്നിരുന്ന അനാചാരങ്ങളും അതുവരെ അവൻ തലവെക്കുന്ന സകല പൈശാചിക കോട്ടകളും അവന്റെ ആരാധനയുടെ മുമ്പിൽ അവൻ മുട്ടുമടക്കിയെങ്കിൽ ഇന്ന് പോലക്കാലം ഈ ദൈവസഭയോട് ദൂത് പറയുന്നു, ഇവിടെയുള്ള സകല അനാചാരങ്ങളും സകല ആരാധനകളും മുട്ടുമടക്കുന്ന ആരാധന വെളിപ്പെടുവാൻ മറ്റൊരിടമല്ല. അങ്കമാലിയിൽ ദൈവം കണ്ട ഒരു പ്രവർത്തനം, ഈ പ്രവർത്തനമാണ് I declare that. Praise the Lord. Praise the Lord. Hallelujah. ഒന്നുകൂടെ പറയാം, പൗലോസന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അത് അനേകർക്ക് പ്രയോജനമാണെന്നും ബദ്ധന്മാരെ വിടുവിക്കുമെന്നും അന്ധകാരത്തിൽ കിടക്കുന്നവരെ പുറത്തെടുക്കുമെന്നും മരിച്ചവരെ ഉയർപ്പിക്കുമെന്നൊക്കെ പ്രവാചകന്മാരെ കൂടുതലായിട്ട് പിശാചിനറിയാം. അതുകൊണ്ട് അവനെ തടയുവാൻ വേണ്ടി പല വിധത്തിൽ പിശാച് പരിശ്രമിക്കും, അവനെ നശിപ്പിക്കുവാൻ വേണ്ടി. എന്നാൽ അവിടെ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അനോയിന്റിങ്, ഒരു അഭിഷേകം, ഹല്ലേലൂയ, അഭിഷേകം സകല നുകത്തെയും തകർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അഭിഷേകം സകല നുകത്തെയും തകർക്കും. ഹല്ലേലൂയ. നിനക്കെതിരെ ഒരായുധവും ഫലിക്കത്തില്ലെന്ന് ഒരു മനുഷ്യരല്ല പറഞ്ഞ് തിരുവചനം പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, നിനക്കെതിരെ ഒരായുധവും ഫലിക്കയില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന്റെ അടുത്ത് പോലും വരികയില്ല. നിന്നെ കാക്കുന്ന ഒരു പരിപാലനം, നിന്നെ പൊതിയുന്ന ഒരു തേജസ് നിനക്ക് ചുറ്റുമുള്ളത് കൊണ്ട് അതിനടുത്തേക്ക് ഒരു ശക്തിക്ക് വരുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരുമല്ല, ലൂക്കോസ് എന്ന ഡോക്ടറാണ് എഴുതിയത്. പക്ഷെ നിങ്ങൾക്കൊരിക്കലും ഈ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ലൂക്കോസ് എന്ന പേരിലൊരു മനുഷ്യനെ, പേരിലല്ല കാര്യം, പ്രവൃത്തിയിലാ കാര്യം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഈ പുസ്തകം എഴുതിയതും പൗലോസിനെ കുറിച്ച് ഇവിടെ എടുത്തു പറഞ്ഞതെല്ലാം ലൂക്കോസ് എന്ന വൈദ്യനാണ്. ഹല്ലേലൂയ. എന്നാൽ ലൂക്കോസിനെ കുറിച്ച് ഒരിടത്ത് പോലും എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ പറയാതെ തന്നെ വെളിപ്പെട്ട കാര്യമുണ്ട്. പൗലോസ് തന്നെയല്ല ഈ ശുശ്രൂഷ ചെയ്തത്. പൗലോസിന്റെ കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരേ വെളിപ്പാടിനകത്ത് ലൂക്കോസും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചെന്ന വേലകളെല്ലാം, ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പ്രവൃത്തികളെല്ലാം, എവിടെയെല്ലാം പിശാചിന്റെ പേയിൻ കൂട്ടം ഉണ്ടായിരുന്നു, എവിടെയെല്ലാം യെരിഹോവിന്റെ മതിലുകൾ ഉണ്ടായിരുന്നു, അവർ ഒരുമിച്ചുള്ള ശുശ്രൂഷയ്ക്കകത്ത് പല യെരിഹോവിന്റെ മതിലുകളും അവർക്ക് മുൻപേ ഇടിഞ്ഞു വീണു. അതുകൊണ്ട് പ്രാരംഭത്തിലുള്ള ദൂത് ഇതാണ്. ഞാനിതിവിടെ ഉറക്കെ ഡിക്ലെയർ ചെയ്തു, പിശാചൊക്കെ അടുത്തിരുന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്തോത്രം, അതിനെ ഈ ദിവസങ്ങളിൽ മുട്ടയിലിരുന്ന് പ്രാപിച്ചോണം. ഹല്ലേലൂയ. മുട്ടയിലിരുന്ന് പ്രാപിച്ചു. പട്ടണത്തിൽ മറ്റൊരു സ്ഥലമില്ല. ഒരു ശേഷിപ്പ് അവസാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒത്തിരി ചർച്ചകളുണ്ട്. എനിക്കിവിടെയുള്ള ചർച്ചകളൊന്നും അറിയത്തില്ല. ഡാം ഷുവർ എനിക്കിവിടെയുള്ള ഒരു സഭകളും അറിയത്തില്ല. ഇതും ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. പാസ്റ്റർ 2 പ്രാവശ്യം ഞങ്ങളുടെ ചർച്ചിൽ ഐ ബിലീവ് വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആമേൻ. പക്ഷേ എനിക്ക് പാസ്റ്ററെക്കുറിച്ച് ഒരു വേറെ ബോട്ടുമില്ല. മിനിസ്ട്രിയെക്കുറിച്ച് ഇവിടെ തന്നെ വന്നിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു, ഈ മിനിസ്ട്രിയുടെ പേരെന്താണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇതിലൊന്നുമല്ല കാര്യമിരിക്കുന്നത്. ഇതിനകത്തൊരു ആത്മസാന്നിധ്യമുണ്ട്. ഇതിനകത്ത് വരുന്നവർ ഏത് പ്രശ്നക്കാരനാണെങ്കിലും അവർ വന്നതുപോലെയല്ല മടങ്ങിപ്പോകുന്നത്. അവൻ മടങ്ങിപ്പോകുമ്പോൾ ദൈവ സാന്നിധ്യം കൊണ്ടാണ് പോകുന്നത്.
ഹല്ലേലൂയ. സന്തോഷ് ബദർ പറഞ്ഞപ്പോൾ ഏലിയാവിൻ്റെ പുറകെ അഭിഷേകത്തിന് വേണ്ടി നടന്ന എലീശയെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് മേടിച്ചോളാൻ പറഞ്ഞു. സന്തോഷ് ബദറെ, ഇത് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒത്തിരി പേരുണ്ട്. എൻ്റെ അഭിഷേകം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതി, ഈ അഭിഷേകത്തിൻ്റെ ഒരംശം പോലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത പുള്ളികളുമുണ്ട്. അങ്ങനെയുള്ളവരുടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവർ പോലും അറിയുന്ന ഒറ്റ കുത്ത്, ഈ അരിച്ചാക്കനൊക്കെ കുത്തുന്ന പോലെ. കടയിൽ ചെല്ലുമ്പോഴത്തേനും ചാക്ക് മാത്രമേ കാണത്തുള്ളൂ, അരിയെല്ലാം താഴെ പോകും. ഹല്ലേലൂയ. പക്ഷെ ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആ ഏലിയാവിനോട്ടൊന്ന് നോക്കിക്കേ. ഏലിയാവിൻ്റെ പുറകെ ഏലിയാവിൻ്റെ നിഴല് പോലെ നടന്നൊരു വ്യക്തിയാണ് എലീശ. ഞാൻ ആ ദൂതിലേക്ക്, ഈ അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് നിങ്ങളെ ആ ദൂതിനകത്തോടൊന്ന് കയറ്റിക്കൊണ്ട് വന്നിട്ട് അങ്ങോട്ട് വരാം. ഏലിയാവിൻ്റെ പുറകെ നിഴല് പോലെ, എൻ്റെ പുറകെ യോശുവ, എന്നെ മുമ്പ് വേറെ ഒത്തിരി പേരുണ്ടായിരുന്നു, അവരൊക്കെ കൃപ പ്രാപിച്ച് ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ. അടുത്ത് ഈ ജോശുവ ഇറങ്ങാൻ പോകുന്നത്. നിഴല് പോലെ നടന്ന വ്യക്തിയാണ് ആര്? എലീശ. അപ്പം ഏലിയാവിനോടൊരു വാക്തത്വമുണ്ട്. വാക്തത്വം എന്താ? നീ ഒരു ചുഴലിക്കാറ്റിനകത്ത് എടുക്കപ്പെടും. ഈ വാക്തത്വം ഏലിയാവിനേക്കാൾ ഇപ്പോൾ കാണാതെ പഠിച്ചിരിക്കുന്ന ആരാന്നറിയാമോ? എലീശിയ. തന്നെക്കുറിച്ച് പുള്ളിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, പക്ഷെ തൻ്റെ യജമാനനെക്കുറിച്ച് പുള്ളിക്ക് നല്ല ഗ്രാഹ്യമാണ്. കാര്യം ഇവരൊരു സാധാരണ മനുഷ്യനല്ലെന്ന് അവൻ കൂടെ നടക്കുന്ന ശിക്ഷ അറിയാം. അതുകൊണ്ടാണല്ലോ കൂടെ നടക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് ദൈവാത്മാവിനകത്തൊരു ദൂത് പറയുന്നു, ഈ ദൈവസഭയിലെ ദൈവദാസനോട് ചേർന്ന് നിൽക്കുവാൻ. ഹല്ലേലൂയ. അഭിഷേകത്തോട് കൊതിയുള്ള, ദാഹമുള്ള ചിലതിനെ കൂട്ടിച്ചേർത്ത് നിർത്തും. ഹല്ലേലൂയ. മറ്റൊന്നിനു വേണ്ടിയല്ല, തന്നിൽ നിറഞ്ഞ ഒഴുകുന്ന അഭിഷേകം മറ്റുള്ളവരിലേക്ക് പകർന്ന്. ഹല്ലേലൂയ. അത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങുകയല്ല, അത് പട്ടണത്തിനകത്ത് ഒഴുകുന്നു. ഹല്ലേലൂയ. ഒരു നദി ആലയത്തിന് ഉമ്മരപ്പടിയിൽ ഒഴുകുന്നു. അത് ചെല്ലുന്നിടത്തേക്കെയും ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽക്കുമെന്ന് വചനം പറഞ്ഞതുപോലെ ഇന്ന് പകൽ ദൈവാത്മം നിറഞ്ഞപ്പോൾ ഇവിടുന്ന് ഒഴുകുന്ന ചില അഭിഷേകം, ഇവിടുന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ചില അഭിഷേകത്തിന് നദി ഇവിടെയുള്ള ചില പട്ടണത്തിന്റെ അകത്ത് വേര് പിടിച്ച് കിടക്കുന്ന, മൂടപ്പെട്ട് കിടക്കുന്ന ചില മേഖലയെ തകർത്തുകൊണ്ട് ചില ഉന്നതന്മാരെ ഞാൻ പുറത്തെടുക്കും. ഫയർ ഹോളി ഗോസ്റ്റ്, ഫയർ ഹോളി ഗോസ്റ്റ്, ഫയർ ഹോളി ഗോസ്റ്റ്. ചില പാണ്ഡിത്യമുള്ള തറവാടികളായ ചിലരെയൊക്കെ ഞാൻ ഇളക്കും. ചിലരുടെ തറവാടിനെയൊക്കെ ഞാൻ ഇളക്കും. സ്തോത്രം. ഇതിനകത്ത് ദൈവാത്മശക്തം എന്നോട് പറയുന്നു, ഇതുവരെ ലോകം കാണാത്ത തരത്തിലുള്ള ചില ശുശ്രൂഷകൾ ഇവിടെ. വെറൈറ്റി ഓഫ് മിനിസ്ട്രി, ഒരു വെറൈറ്റി ഓഫ് മിനിസ്ട്രി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആഹാരം കഴിക്കുവാൻ വേണ്ടി ചില ആളുകൾ നല്ല റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കുന്നത് പോലെ ഞാൻ അങ്ങനെ റെസ്റ്റോറൻറ്റ് കൂടെ അനുഭവിക്കില്ല. നല്ല ഫുഡ് കിട്ടാൻ എത്ര ദൂരം വേണേ ആളുകൾ പോകും. അതുപോലെ ഇവിടെ വന്നാൽ വിടുതൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി. Holy Spirit, എലിയാവിൻ്റെ പുറകെ എലീശ എന്ത് ചെയ്തു? ഒട്ടി നടന്നു. പറഞ്ഞേ, ചേർന്ന് നടന്നു, ഒപ്പം നടന്നു. ആമേൻ, സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഏലിയാവ് കാറ്റ് വരുന്നൊന്നും പുള്ളിക്ക് വിഷയം. പുള്ളിക്കറിയാം എന്തായാലും കാറ്റ് വരും, ഞാൻ ഒരിക്കൽ പൊങ്ങും. പക്ഷെ വിഷയം ഇതല്ല. വിഷയം എലീശയ്ക്ക് പൊങ്ങുമ്പോൾ ഒരു സംഭവം നടക്കും. എന്താ നടക്കുന്നറിയാമോ? അവിടെയാ എൻ്റെ ദൂത് കിടക്കുന്നത്. നീ ഏലിയാവ് പൊങ്ങുന്നത് എലീശ നീ കണ്ടാൽ എന്തു സംഭവിക്കും? ഏലിയാവിൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ ഡബിൾ പോർഷൻ. ഇല്ല, കൈയടിക്കാൻ സമയമായിട്ടില്ല, ഞാൻ പറയാം. ഞാൻ പറഞ്ഞിട്ട് കൈയടിച്ചാൽ മതി. ഏലിയാവിൻ്റെ മേൽ കിടക്കുന്ന ഡബിൾ പോർഷൻ, അത് അന്ധകാലത്ത്. ഇന്ന് ഡബിൾ പോർഷന് വേണ്ടി അല്ല ആഗ്രഹിക്കേണ്ടത്, ഇന്നൊരു 1000-fold ബ്ലെസ്സിങ്ങിന് വേണ്ടി ആഗ്രഹിക്കും. അത് ആ കാലഘട്ടങ്ങളിൽ ഡബിൾ പോർഷൻ. കാലഘട്ടം മാറിയെന്ന്. ഇപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. ഇപ്പോൾ 1000 മടങ്ങ് വർദ്ധനമുള്ള അഭിഷേകത്തിന് മേലാണ്. ഹല്ലേലൂയ. ഒറ്റ പ്രസംഗത്തിനകത്ത് 1000 കൂടുന്ന,
ഒറ്റ പ്രസംഗം നടക്കുന്ന ആയിരങ്ങൾ വിടുതൽ പ്രാപിക്കുന്ന, ആയിരങ്ങളുടെ കെട്ടഴിക്കുന്ന, ആയിരങ്ങളുടെ ഭൂതത്തെ അഴിച്ചുവിടുന്ന ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ ഇന്ന് പകൽ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. ഓ ഹല്ലേലൂയ. അപ്പം ന്യായമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, എന്തിനായിരിക്കും ഈ ഏലിയാവിൻ്റെ 2 പോർഷനൊക്കെ ചോദിക്കുന്നത്? അത് ഇച്ചിരി അഹങ്കാരമായി പോയില്ലേ അല്ലേ? ഏലിയാവിന് ഒരു പോർഷനേ ഉള്ളൂ. ഏലിയാവിൻ്റെ പോർഷനേക്കാൾ ഒരു പോർഷനും കൂടെ നടന്ന ശിഷ്യൻ ചോദിക്കുക. ഞാൻ ഏലിയാവിനോട് ചോദിച്ചു, എന്താ മണ്ടത്തരം അതാ കാണിച്ചത്? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒഴിവാക്കിയാൽ പോരെ? ഇല്ലില്ലില്ല. ആമീൻ. മോനെ, നിനക്കൊരു കാര്യം അറിയാമോ? എന്നോട് പറഞ്ഞു, എനിക്ക് മക്കളൊന്നുമില്ല. ഹലോ, എനിക്ക് മക്കളൊന്നുമില്ല. എൻ്റെ മകൻ്റെ സ്ഥാനത്താണ് ഞാനിപ്പോൾ ആരെ കാണുന്നത്? എൻ്റെ ഈ മകൻ ഏലീശനെ കാണുന്നത്. അതുകൊണ്ട് എനിക്കുള്ളത് റബ്ബർ തോട്ടമോ എനിക്ക് മറ്റു പുരയിടങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കുള്ള ആ കൃപയുടെ ഇരട്ടി പങ്ക് അവൻ ചോദിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും നാം ചിന്തിക്കും, കർത്താവേ ഞാൻ അതിക്രമിച്ചാണോ ചോദിച്ചത്, അന്യായമാണോ ചോദിച്ചത്? അല്ല. അന്നത്തെ കാലത്ത് ഒരപ്പൻ ഒരു മൂത്ത മകന് കൊടുക്കുന്നത് 2 ഷെയറാ. ഹലോ, എത്ര ഷെയറാ? ഇന്നാണെങ്കിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിലും കൊരട്ടി കോടതിക്കകത്തും കയറി നടന്നേനെ സ്വത്ത് തർക്കത്തിന് വേണ്ടിയിട്ട്. 3 മക്കളുള്ള അപ്പൻ 3 ഏക്കറുണ്ടെങ്കിൽ എത്ര വീതം വെച്ച് കൊടുക്കണം? ഇന്നത്തെ കാലഘട്ടത്തിൽ 1 ഏക്കർ വെച്ചൊരു മകന് കൊടുക്കാം. പക്ഷെ അന്നത്തെ കാലത്തിൽ അങ്ങനെയല്ലായിരുന്നു. അന്ന് മൂത്ത മകൻ 2 ഏക്കർ കൊടുക്കും, ബാക്കിയുള്ളവർക്ക് 50 വെച്ച് കൊടുക്കും. പിന്നെ അടിയുടെ കാര്യം പറയണോ? സ്തോത്രം. പക്ഷെ അന്നത്തെ കാലത്തെ പ്രമാണം അതായിരുന്നു, മൂത്തവന് ഡബിൾ പോർഷൻ കൊടുക്കണം. അതുകൊണ്ട് എലീശ ചോദിച്ചത് അന്യായമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല, ന്യായമായിട്ടുള്ളൊരു അവകാശം മാത്രമേ എലീശ ചോദിച്ചുള്ളൂ. സ്തോത്രം. ഞാൻ ഇനി നിങ്ങൾ ആ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇതൊക്കെ ചോദിച്ചിങ്ങനെ ഒരു കാറ്റ് വരുമ്പോഴും ഒരു ശബ്ദം വരുമ്പോഴൊക്കെ ആദ്യം എലീശ ചാടി ഇറങ്ങി എന്ത് ചെയ്യും? കാറ്റ് വന്നോ, യജമാനൻ പോയോ എന്ന് നോക്കുന്നത്. യജമാനൻ്റെ കാറ്റ് പോയെന്നല്ല, ഈ ചുഴലിക്കാറ്റ് വരുമ്പോൾ യജമാനൻ എന്ത് ചെയ്യും? എന്താ ദൂത് കിടക്കുന്നത്? പറഞ്ഞേ, ദൂത് എന്തുവാ? ചുഴലിക്കാറ്റിനകത്ത് യജമാനൻ എന്ത് ചെയ്യും? എടുക്കപ്പെടുമെന്ന്. സ്തോത്രം. ചുഴലിക്കാറ്റിനകത്ത് എന്തെങ്കിലും എടുക്കപ്പെടും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടി വിയിലെങ്കിലും കണ്ടിട്ടുണ്ടല്ലേ? ഞങ്ങൾ അമേരിക്കയിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ടൊർണാഡോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ചുഴലിക്കാറ്റ്, ടൊർണാഡോ. അത് വന്നു കഴിഞ്ഞാൽ വീടും കാറും 18 വീലുള്ള ലോറിയൊക്കെ ഇങ്ങനെ ആകാശത്ത് കിടന്ന് കറങ്ങുന്നത് ഞങ്ങൾ പലപ്പോഴും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും കൊണ്ടൊക്കെ ഡംപ് ചെയ്യും എന്ന് പറഞ്ഞ് ഈ കാറ്റിന് ഇത് തോമാച്ചായൻ്റെ വണ്ടിയാണെന്നോ ഇത് ഇപ്പുറത്തെ റബ്ബർ തോട്ടമാണെന്നും കാറ്റിനറിയാവോ? കാറ്റ് വന്ന എല്ലായിടത്തും ഒരുപോലെ അടിക്കും. സകലതും നശിപ്പിച്ച് പൂരപ്പറമ്പ് പോലെ ആക്കിയിട്ടേ കാറ്റെന്ത് ചെയ്യത്തുള്ളൂ, പോകത്തുള്ളൂ. സ്തോത്രം. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പൗലോസിനോട് ഏലിയാവിനോട് ഞാൻ ചോദിച്ചു, അപ്പം ദൈവദാസനെ എത്ര കിലോ വെയിറ്റ് ഉണ്ട്? എന്നോട് പറഞ്ഞു, നിൻ്റെ വെയിറ്റ് എനിക്കെന്ന് പറഞ്ഞു. എൻ്റെ വെയിറ്റ് ശരാശരി ഒരു മനുഷ്യൻ്റെ വെയിറ്റ് 80 കിലോയൊക്കെയാണ്. അപ്പോൾ 80 കിലോ ഭാരം ഒരു കാറ്റിനകത്ത് എന്ത് ചെയ്യാൻ പോവാ? അതൊരു വലിയ വിഷയമൊന്നുമല്ല. 80 കിലോ കാറ്റിന് 18 വീലുള്ള ടൺ കണക്കിനുള്ള ട്രക്കിനൊക്കെ പൊക്കിക്കൊണ്ട് പോകാമെങ്കിൽ ഒരു മനുഷ്യനെ കാറ്റ് പറത്തി എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു അത്ഭുതമില്ല, ഒരു വിരോധാഭാസവും നടക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആ കാറ്റ് വന്നതിന് ശ്രദ്ധിക്കുക. കാറ്റ് വന്നു, ഏലിയാവ് ചുഴലിക്കാറ്റിനകത്തോട്ട് എന്ത് ചെയ്തു? ചുരുണ്ട് മുകളിലോട്ട് പോവുകയാണ്. ദൂതെന്താ കിടക്കുന്നത്? ഏലിയാവിൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ താൻ അതുവരെ പൊതഞ്ഞു വച്ചിരുന്ന തൻ്റെ മാൻഡിൽ, തൻ്റെ പുതപ്പ് എവിടെ വീഴും? ചുമ്മാ ഉള്ള എലീശമാരുടെ വീഴത്തില്ലെന്ന്. ഒത്തിരി എലീശമാരുണ്ട്, അവരോടല്ല ഞാനീ പറയുന്നത്. അതിനു വേണ്ടി കാത്തിരിക്കുന്നവരുടെ, അതിനു വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ മേൽ, അതിനു വേണ്ടി വില കൊടുക്കുന്നവരുടെ മേൽ എല്ലാവരോടും അല്ല ഈ ദൂത് വിളിച്ചു പറയുന്നത്. ഒരു അഭിഷേകത്തിന്റെ കൊതിയോടുകൂടി, ഒരു ആത്മപകർച്ചയുടെ കൊതിയോടുകൂടി, ഒരു ഉണർവിന്റെ കൊതിയോടുകൂടി, കാലഘട്ടത്തോടുകൂടി ചേർന്ന് നിൽക്കുന്ന അഭിഷേകന്മാരോട് ഇന്ന് പകർക്കാലം വിളിച്ചു പറയുന്നു, നീ കാത്തിരിക്കുന്നവനാണെങ്കിൽ നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് വീഴും. കാത്തിരുന്ന
ഈ എലീശയുടെ മേളിലോട്ട് ഏലിയാവ് 80 കിലോ ഭാരമുള്ള ഏലിയാവ് ഈ കാറ്റിൽ മുകളിലോട്ട് പൊങ്ങിയപ്പോൾ എന്താ താഴേക്ക് പോകുന്നത്? പറ എന്നോട്. ഏലിയാവിൻ്റെ പുതപ്പ് അതെങ്ങനെ സംഭവിക്കും? നമ്മളൊക്കെ പുതയ്ക്കുന്ന പുതപ്പിന് ഒരു 3 കിലോ 4 കിലോ തൂക്കമൊക്കെയല്ലേ ഉള്ളൂ, കൂടി വന്ന മാക്സിമം. അന്നത്തെ കാലത്ത് തണുപ്പുണ്ടെങ്കിൽ കുൽറ്റ് ബ്ലാങ്കറ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്, അതിനൊരു 3-4 കിലോ ഒക്കെ വരും. ഈ മാൻറ്റിലൊരു 3 കിലോ ഭാരമുണ്ടെന്ന് കൂട്ടുക. 80 കിലോ ഭാരം മുകളിലോട്ട് പോകുമ്പോൾ ആമേൻ കണക്കുകളെ തെറ്റിച്ചുകൊണ്ട്, ശാസ്ത്രത്തെ തെറ്റിച്ചുകൊണ്ട് 3 കിലോ ഭാരം എങ്ങോട്ട് വീഴുന്നു? ഇതാ ദൂത്. ആമേൻ പ്രത്യക്ഷത്തിൽ ഒരു വിടുതലും കാണാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. മാനുഷികം നിലയിൽ ചിന്തിച്ചാൽ ഒരു വിടുതലും നടക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതായതുകൊണ്ട്, ദൈവം ഇടപെട്ട വിഷയമായതുകൊണ്ട്, ഇത് നിന്നോടുള്ള വാഗ്ദത്തമായതുകൊണ്ട് 80 അല്ല 120 കിലോ മുകളിലോട്ട് പോയാലും കേവലം 3 കിലോ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി കാത്തിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി, അഭിഷക്തന്മാർക്ക് വേണ്ടി ആ പുതപ്പിനെ ഞാൻ കൈമാറാൻ തയ്യാറാ. ഇന്ന് പകരം എത്ര പേർക്ക് അത് ആവശ്യമാണ്? എത്ര പേർക്ക് കർത്താവേ അങ്ങനൊരു അഭിഷേകമുണ്ടെങ്കിൽ, അങ്ങനൊരു വെളിപ്പാടുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ, കർത്താവേ ആ വാഗ്ദത്തത്തെ ഞാൻ എടുക്കുന്നു, അതിനെ ഞാൻ വിഴുങ്ങുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആ ദൂതിൻ്റെ ആ ഒരു ആശയം പിടികിട്ടി കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകർക്കും ദൈവസഭയോടുള്ള രണ്ടാമത്തെ ദൂത് ഇതാണ്: ഒരു ആത്മപകർച്ച ഇവിടെ നടക്കും. ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച ഇവിടെ നടക്കും. പക്ഷേ ഇതെല്ലാവർക്കും അല്ല കേട്ടോ, എന്നോട് പിണങ്ങരുത്. ഇത് എല്ലാവർക്കും കിട്ടത്തില്ല. ഞാൻ അടി വരയിടാം. ഇതിനു വേണ്ടി ദാഹിക്കുന്ന ചിലരിനകത്തുണ്ട്, ഇതിനു വേണ്ടി കൊതിക്കുന്ന ചിലരുണ്ട്, ഇതിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിലരുണ്ട്. കണ്ണുനീരോടുകൂടി കഴിഞ്ഞ നാളുകൾ ദൈവസന്നദ്ധിയിൽ ചോദിച്ച ചില വിഷയങ്ങൾ, നെടുവീർപ്പിന്റെ മുൻപിലും മറ്റുള്ളവരുടെ വിരൽ ചൂണ്ടിന്റെ മുൻപിലും ഹല്ലേലൂയ മറുപടി കഴിയാൻ പറയാതെ വയ്യാതെ നിന്ന സമയങ്ങളുണ്ട്. ആമേൻ. ഞാൻ എന്ത് പറയും, ഞാൻ എങ്ങനെ ചെയ്യും, എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ച സ്ഥാനങ്ങളുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മ ദൈവസഭയോട്, ദൈവദാസിയോട്, പ്രിയ മാതാവിനോട്, ശുശ്രൂഷയോട് ചേർന്ന് വെക്കുന്ന ദൂത് പറയുന്നു: നിങ്ങൾക്ക് മേൽ ഒരു അഭിഷേകത്തിന്റെ ഡബിൾ പോർഷൻ വീഴാൻ പോവുകയാണ്. അതിന് മാനുഷിക നിലയിൽ ചിന്തിച്ചാൽ നടക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നിന്റെ തലമേൽ തന്നെ വീഴിക്കും. Praise the Lord. ഞാനിങ്ങനെ എൻ്റെ ചിന്തയിൽ ചിന്തിച്ചു, ഈ ഏലിയാവ് പൊങ്ങിപ്പോവുകയല്ലേ, ഈ ഏലിയാവിൻ്റെ മേൽ കിടക്കുന്ന പുതപ്പ് താഴേക്ക് വീഴുക. താഴെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. സ്തോത്രം. തൊട്ടടുത്താണ് മെഡിറ്ററേനിയൻ കടൽ കിടക്കുന്നത്. തൊട്ടിപ്പുറത്ത് ഒത്തിരി മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇത് വേണമെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ശിഖരത്തിൽ കുരുങ്ങിക്കിടക്കാം. വേണ്ട, അത് അല്ലെങ്കിൽ ഏതെങ്കിലും ആ കാറ്റടിച്ചുകൊണ്ട് കടലിൽ കൊണ്ട് ചാടിച്ചേക്കാം. പക്ഷേ ഇത് എങ്ങും ചാടിയില്ല, എങ്ങും കുരുങ്ങിയില്ല. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ദൂത് പറയുന്നു: നിനക്കുള്ള നന്മയെ തടയുവാൻ ലോകത്തിലെ ഒരു കുരുക്കിനും കഴിയത്തില്ല, ഒരു മലയ്ക്കും കഴിയത്തില്ല. ഇന്ന് പകൽ ചില തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ റിമൂവ് ചെയ്യുകയാണ്. നന്മയ്ക്കെതിരെ വാദിക്കുന്ന, നന്മയ്ക്കെതിരെ വാദിക്കുന്ന, നന്മയ്ക്കെതിരെ വാദിക്കുന്ന, ഉയർച്ചയ്ക്കെതിരെ വാദിക്കുന്ന സകല അവകാശവാദങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ദേവദാസി എങ്ങും കുരുങ്ങത്തില്ല. അത് ഇവിടെ തന്നെ വീഴാനുള്ള പദപ്പാ. ഹല്ലേലൂയ. ആമേൻ. there is a reason behind that. ഒരു വലിയ കാരണം അതിൻ്റെ പുറകിലുണ്ട്. മറ്റൊന്നുമല്ല, ആമേൻ, കണ്ണുനീർ തൂക്കുന്നവന്മേൽ മനസ്സലിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഈ കണ്ണുനീരിനെ മറികടന്നു പോകുവാൻ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ബിക്കോസ് ഇത് നിന്റെ കണ്ണിൽ നിന്ന് വീണ, അടർന്നു വീണ കണ്ണുനീരുകളാണ്. Glory to God. Hallelujah. 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 കർത്താവിനെ കാണിക്കുന്നു. ഈ കെട്ടിയിട്ടിരിക്കുന്ന ചില ആളുകളെയൊക്കെ ഇവിടെ കൊണ്ടുവരും. ആമേൻ. സ്തോത്രം.
ആർക്കാലും ഒതുക്കാൻ കഴിയാത്ത, ആരാലും ഒതുങ്ങപ്പെടാത്തതായ വയലൻസിയുള്ള ചില വ്യക്തികൾ ഇതിനകത്ത് കൊണ്ടുവരും. പക്ഷെ അത് ഈ ഒരു സ്ഥലമായിട്ടല്ല ഞാൻ കാണുന്നത്. കുറെ കൂടെ വിശാലമായൊരു സ്ഥലത്ത്, ചില ഹൈറ്റുള്ള ഒരു ഏരിയയിൽ, ഒരു പാടത്തോട് ചേർന്ന്, കണ്ടത്തോട് ചേർന്നുള്ള സ്ഥലം. ഹല്ലേലൂയ. കർത്താവിനെ കാണിക്കുന്നു. അവിടെ ഉണർവ് യോഗങ്ങൾ നടക്കും, കൂട്ട പ്രാർത്ഥനകൾ നടക്കും. ആമീൻ. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയറുകൾ അവിടെ നടക്കും. 30, 21, 40 ഒരു ആമീൻ പ്രാർത്ഥന കൂട്ടമായിട്ട് മാറും. ഹല്ലേലൂയ. ആമീൻ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാടുകൾ ഓടിക്കൂടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചലിക്കുന്ന ചില പ്രാണികൾ ഇവിടെ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ അതിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവർ കരങ്ങളെ തട്ടി ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. Praise the Lord. Hallelujah. Praise the Lord. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 127 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ ജാഗരിക്കുന്നു. ഹല്ലേലൂയ. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. എന്താ ആമീൻ? എന്താ ഇവിടെ പറയുന്ന വീട്? ഹല്ലേലൂയ. എന്താണ് ഇവിടെ പറയുന്ന വീട്? കുറെ കട്ടയും കല്ലും മണ്ണും സിമന്റും കമ്പിയും കൊണ്ട് പണിയുന്ന ഒരു വീടിനെ കുറിച്ചല്ല ഇവിടെ സങ്കീർത്തനക്കാർ ഉദ്ദേശിച്ചത്. ആമീൻ. ആ വീടെന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബം. ഹല്ലേലൂയ. യഹോവ കുടുംബം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. സ്തോത്രം. പക്ഷെ സഭയെക്കുറിച്ച് ദൈവം പറഞ്ഞത് അറിയാമോ? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അല്പം പ്രാർത്ഥന നിന്നെ കുറഞ്ഞു പോയാലും, അല്പം ഉപവാസം കുറഞ്ഞു പോയാലും, നിന്റെ വശത്ത് അല്പം ന്യൂനതകൾ വന്നാലും ദൈവം പറയുക, ഞാൻ അതിനെ പണിയും. ഹല്ലേലൂയ. നിന്റെ കുറവുകളെ ഞാൻ അങ്ങോട്ട് ക്ഷമിക്കും. ഹല്ലേലൂയ. നിന്റെ കുറവുകളെ ഞാൻ നീക്കുപോക്കുകൾ തന്നിട്ട് I will build my church. ഹല്ലേലൂയ. I will build my church. ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരമേ നീ ഒരിക്കലും ജയിക്കത്തില്ല. Hallelujah. Every city there is a target place or a tower. I mean, എല്ലാ പട്ടണത്തിനും ആ പട്ടണവാതിക്കൽ ചില അവകാശങ്ങളുണ്ട്. ജീവിക്കുന്ന ദൈവം, നിന്റെ ആരാധനയ്ക്ക് ശക്തിയുണ്ടോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? ചത്ത ദൈവത്തെ അല്ല നീ വിളിക്കുന്നത്, മരിച്ചിട്ട് ആമേൻ ആമേൻ ഉയർത്തെഴുന്നേറ്റ ഹല്ലേലൂയ കല്ലറകളെ ഭേദിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ആരാധിക്കുന്നത്. ബോധ്യമുണ്ടെങ്കിൽ പറ, ഒരു ശക്തിക്കും എന്റെ മുൻപേ നിൽക്കുവാൻ കഴിയത്തില്ലെന്ന്. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം പട്ടണത്തിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക. അവിടെ ഒരു ശക്തിക്കും സ്ഥാനമില്ലെന്ന്. ഹല്ലേലൂയ. അവിടെ ഒരു അധികാരങ്ങൾക്ക് സ്ഥാനമില്ല. പട്ടണം നിന്റെ കയ്യിൽ തന്നിരിക്കുക. അങ്കമാലി പട്ടണം, ദൈവസഭയോട് ഞാൻ പറയുന്നു, അങ്കമാലി പട്ടണം മറ്റാർക്കുമല്ല, ദൈവദാസനും ദൈവസഭയ്ക്കും ഈ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ വിട്ടു തന്നിരിക്കുന്നു. I decree and declare. ഞാനതിനെ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കും, ഈ പട്ടണം നിങ്ങൾക്ക് അവകാശമാണ്. പട്ടണം അവകാശമാണ്. ഒന്ന് പറഞ്ഞേ, ഈ പട്ടണം ഞങ്ങളുടെ അവകാശമാണ്. ഇവിടെയുള്ള സകല ശക്തികളും, സകല അന്ധകാരങ്ങളും, ഹല്ലേലൂയ, സകല പാതാള ഗോപുരം ഞങ്ങളുടെ കാലിന്റെ അടിയിലാണ്. ആമീൻ. ഞങ്ങൾ തീരുമാനിക്കും നീ ഉയരണമെങ്കിൽ. ഹല്ലേലൂയ. ആമീൻ. ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവവേദനേ, ആമീൻ, ഒരു ശക്തിക്കും നിന്റെ മുൻപിൽ നിൽക്കാൻ കഴിയത്തില്ല. because the God gave an authority. ഹല്ലേലൂയ. a domination. ഹല്ലേലൂയ. ഒരു അധികാരം, ആമീൻ, ഒരു പദവി സ്വർഗ്ഗം തന്നിരിക്കും. പക്ഷേ ഈ ദൂതൊക്കെ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത ചില പിശാച് കുഞ്ഞപ്പന്മാരൊക്കെ ഉണ്ട്. ആമേൻ. സ്തോത്രം. അവർ കണ്ണു മൂപ്പി കാണിക്കും, ആമേൻ, പേടിപ്പിച്ച് കാണിക്കും, കോക്കാച്ചി കാണിക്കും. ഇതൊന്നും നമുക്ക് വിഷയമുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങളുടെ അസോസിയേറ്റ് പാസ്റ്റർ ബെഞ്ചമിൻ എയർ ഇന്ത്യയിൽ ക്യാബിൻ ക്രൂവാണ്. അദ്ദേഹം എല്ലാ ദിവസവും ഗൾഫിലൊക്കെ പോയിട്ട് വരുന്ന ആളാണ്. നമ്മളെപ്പോലെ ഒന്നുമല്ല, എല്ലാ ദിവസവും. ഇന്ന് മസ്കറ്റിലാണ്, നാളെ സൗദിയിൽ. അപ്പം എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, പാസ്റ്ററെ, ഞങ്ങളുടെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ
അവിടെയുള്ള ചില്ല പട്ടികളെ കുരച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. പട്ടി കുരച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിങ്ങനെ കുരയ്ക്കുന്നുള്ളൂ. പക്ഷേ അതൊന്നും ഈ എയർക്രാഫ്റ്റിന് ബാധകമല്ല. പട്ടിയല്ല, ഇനി ആര് കുരച്ചെന്ന് പറഞ്ഞാലും ആമീൻ, റൺവേയിൽ നിന്ന് സ്വർഗം തീരുമാനിച്ച സമയത്ത് തന്നെ it will take off. കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന പട്ടണത്തിൽ എനിക്ക് തോന്നുന്നു അബുദാബി ആണെന്ന് എന്നോട് പറഞ്ഞത്. അബുദാബി അല്ലേ? റിയാദ് സൗദി അറേബ്യയാണത്. സൗദി അറേബ്യ. ആമീൻ. കർത്താവോടൊരു ഫെലോഷിപ്പ് ഒരുക്കാൻ പോവുകയാണ്. ഒരു ഫെലോഷിപ്പ് അവിടെ വിട്ടിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, അവിടെയുള്ള ചില ബർബരന്മാരെ ഒതുക്കുവാൻ വേണ്ടിയിട്ടാണ്. ബർബരന്മാരെ ഒതുക്കും. ദയ കാണിക്കാത്തവരൊക്കെയാണ്. പക്ഷേ ചെല്ലണ്ടവൻ ചെന്നപ്പോൾ അവരെന്ത് ചെയ്തു? അസാധാരണമായ ദയ കാണിച്ചു. എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ കാണിക്കുന്നേക്കാൾ അല്പം കൂടെ കൂടി എന്ത് ചെയ്തു? കർത്താവിൻ്റെ ദാസൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൂത് ഏറ്റെടുത്താട്ടെ. ചില അസാധാരണമായ ദയ കാണിക്കുവാൻ ആമീൻ പുബ്ലിയോസിലുള്ള ആമീൻ അവിടെയുള്ള ഒരു മനുഷ്യൻ്റെ ദീനത്തെ സൗഖ്യമാക്കുവാൻ ആമീൻ സ്വർഗം അയച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി ചെയ്തേ മടങ്ങി വരുത്തും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സന്തോഷമില്ലേ? ചിലർ മാത്രമൊക്കെ ചിരിക്കുന്നു. ചിലർക്ക് അങ്ങോട്ട് ഇപ്പോഴും അങ്ങ് റിലാക്സ് ആകാൻ മടിയാണ്. ഒന്ന് റിലാക്സ് ആയി ഒന്ന് ചിരിച്ചേ കാണട്ടെ. ഏതാണ്ട് 2 വർഷത്തോളമായി കൊറോണയ്ക്കകത്ത് കിടന്ന് മെരുകി ഞാൻ. സ്തോത്രം. അതാണ്ട് ഈ കൊച്ചിൻ്റെ വീട്ടുകാർക്കെല്ലാം ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഞാനാണ് ഇവരുടെയും വീടുകളിൽ പോകാനും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അവരുടെ ടെസ്റ്റ് നടത്താനും അവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കാനും എന്തിനു വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ +2 എക്സാം എഴുതുന്ന ഒത്തിരി പിള്ളേർ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്നു. പിന്നെ ഈ ചന്ദ്രനിൽ പോകുന്ന ഉടുപ്പൊക്കെ അവരെ ഇടിപ്പിച്ച് PP കിറ്റൊക്കെ ഇടിപ്പിച്ച് ഞാൻ വേണം കൊണ്ടുപോകാൻ. 10 ദിവസം എക്സാമാണ്. ഓട്ടോക്കൂലി ചോദിച്ചു 3000 രൂപ. 10 ദിവസം പാവപ്പെട്ട കൊച്ച് എക്സാം എഴുതാൻ എത്ര രൂപ വേണം? 30,000 രൂപ വേണം. ഞാൻ പറഞ്ഞു, മോനെ നീ ആ ചന്ദ്രനിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് നിന്നോ, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞു. കർത്താവ് ഞങ്ങൾക്ക് ഒരു 6 ടെമ്പോ ട്രാവലർ വന്നിട്ടുണ്ട്. അതിലൊരു ട്രാവലർ ഞങ്ങൾ കോവിഡ് സീസണിന് വേണ്ടി അങ്ങ് ഉപയോഗിച്ചു. എല്ലാവരെയും കയറ്റി പരീക്ഷയ്ക്ക് കൊണ്ടിരുത്തും. എക്സാം കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകും. ആഹാരം മേടിച്ചു കൊടുക്കും. ചുരുക്കി പറഞ്ഞ് ഇത് വരുവാണെങ്കിൽ ഏറ്റവും ആദ്യം ആർക്ക് വരണം? എനിക്ക് വരണം. സ്തോത്രം. പക്ഷേ കൃപയാൽ ആ രോഗത്തിൻ്റെ അണു എൻ്റെ ശരീരത്തിൽ ഇതുവരെ കയറിയിട്ടില്ല. ഞാനതിനെ സീൽ ചെയ്യുന്നു. എനിക്കതിനെ പേടിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ കാര്യം. ഞാനതിനെ പേടിക്കുന്നില്ല. ആ വിശ്വാസം ഉള്ളിൽ ഭരിക്കണം. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് പോകട്ടെ. സ്തോത്രം. അപ്പോൾ ഈ ദൂത് ഷഫിൾ ചെയ്താൽ പോകുന്നത് കേട്ടോ. ഇത് അവിടെ ഇവിടെ നിന്ന് വലിച്ചെടുക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാഷ ഒരു വചനം പോലെ സംസാരിക്കും. വചനമുണ്ട്, ഞാൻ സംസാരിക്കും. സമയമായി തോന്നുന്നു അല്ലേ? ഒരു 10 മിനിറ്റ് കൂടെ, 10-15 മിനിറ്റ് കൂടെ. സ്തോത്രം. അത് കഴിയുമ്പോൾ പറയാം ബാക്കിയുള്ളത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ ഒരു ദൂത് ദൈവസഭയോട് കിടക്കുന്നുണ്ട്. ഞാൻ ഈ ദൂത് മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാം, എന്നിട്ട് വചനത്തിലോട്ട് പെട്ടെന്ന് കയറാം. ആ ഭാഗം ഒന്ന് വായിക്കും. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം. ആബീബ് മാസം 14-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്തു? ഉറപ്പിച്ചു. ആ ഭാഗം എല്ലാവർക്കും അറിയാലോ. ആബീബ് മാസം 17-ാം തീയതി ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. 40 രാവും 40 പകലും ഈ പെട്ടകം ഈ വെള്ളത്തിലൂടെ എന്ത് ചെയ്യാണ്? ഒഴുകി നടക്കുക. ഇതിന് പ്രത്യേകിച്ച് ഡെസ്റ്റിനി ഒന്നുമില്ല. എങ്ങോട്ടാണോ കാറ്റ് കൂടുതലടിക്കുന്നത് അങ്ങോട്ട് പോകും. അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും. ഇങ്ങനെ കഴിഞ്ഞ 40 ദിവസമായിട്ട് എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ കറങ്ങി നടക്കുക. സ്തോത്രം. പക്ഷേ യഹോവയായ ദൈവം തീരുമാനിച്ചു, എനിക്ക് ഈ പെട്ടകത്തെ ഒന്ന് ഉറപ്പിക്കണം. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അടുത്ത ദൂതാ, എനിക്ക് ഈ പെട്ടകത്തെ ഒന്ന് ഉറപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആബീബ് മാസം 14-ാം തീയതി
ഹല്ലേലൂയ. കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആബീബ് മാസം 14-ാം തീയതി കുഞ്ഞാട് അറുക്കപ്പെട്ടു. 17-ാം തീയതി കുഞ്ഞാട് ഉയർത്തെഴുന്നേറ്റു. എൻ്റെ കൂടെ നിൽക്കണേ. എപ്പോഴാ പെട്ടകം ഉറച്ചത്? കുഞ്ഞാട് ആമീൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആമീൻ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ സ്വർഗം ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം. ആമീൻ, ഹല്ലേലൂയ. ഈ പെട്ടകത്തെ ഉറപ്പിക്കേണ്ട അതേ പർവ്വതം തന്നെ എവിടെ കിടക്കുകയായിരുന്നു? അതും വെള്ളത്തിൽ മൂടിക്കിടക്കുകയായിരുന്നു. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, യാതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത ആമീൻ വലിയ കാര്യങ്ങളെ സ്വർഗം ഈ പട്ടണത്തിൽ പൊക്കിയെടുക്കാൻ പോവുകയാണ്. ആമീൻ. അന്ന് വരെ ആമീൻ ഈ വെള്ളം ഇതിനെ മൂടപ്പെട്ട് കിടന്നിരുന്നു. ദൈവസഭയോട് പറയട്ടെ, നിന്നോടുള്ള വാഗ്ദത്തം ഈ പട്ടണത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. നിന്നെ ഉറപ്പിക്കാനുള്ള മണ്ഡലം ഈ പട്ടണത്തിൽ കിടക്കുന്നുണ്ട്. ഇവിടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളത്. ഇവിടെയാണ് ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താനുള്ളത്. ആമീൻ. ഇവിടെ മറഞ്ഞു കിടക്കുന്ന ചില ആരാരാത്ത പർവ്വതത്തെ ഞാൻ സമയം വരുമ്പോൾ പുറത്തെടുക്കും. ദൈവസഭയോട് ദൈവമക്കളോട് ദൂതായിട്ട് വിളിച്ചു പറയുന്നു, അത് പ്രാപിക്കേണ്ട വിളിച്ചു പറഞ്ഞാട്ടെ, ലോർഡ് ഐ നീഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്കമാലി പട്ടണത്തെ വിട്ട് നിങ്ങൾ എങ്ങും പോകണ്ട കേട്ടോ. ഇനി ഇവിടെ സഭ ഉറപ്പിക്കാൻ പോവുകയാണ്. എനിക്ക് ചില ശുശ്രൂഷകളൊക്കെ ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അല്ലെങ്കിൽ അത് ചെയ്ത് ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇവിടുത്തെ പാസ്റ്റർ അല്ല പ്രസവിക്കാൻ പോകുന്നത്, ഇവിടുത്തെ വിശ്വാസികളാണ്. നിങ്ങൾ പോയി പറഞ്ഞ ആളുകളെ കൊണ്ടുവരുന്നത്. ഇവിടെ നടക്കുന്ന അത്ഭുത പ്രവൃത്തികൾ ന്യൂസിൽ വരാൻ പോവുകയാണ്. ചാനലുകളിൽ സംസാര വിഷയമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വേദഭാഗം വേഗത്തിൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ചില ഭാഗങ്ങൾ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ, ചാപ്റ്റർ 28 വേഴ്സ് 1 to following. ഹല്ലേലൂയ. രക്ഷപ്പെട്ട ശേഷം ഇനി ഇവിടെ നിർത്തണേ മോളെ. രക്ഷപ്പെട്ട ശേഷം പൗലോസും തൻ്റെ കൂടെയുള്ള ആമീൻ ബന്ധനസ്ഥനായിരിക്കുന്ന ആളുകളും അവർ തിരിച്ചറിഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന ദ്വീപെന്ന് പറയുന്നത് മറ്റ് ദ്വീപൊന്നുമല്ല, മെലീത്ത എന്ന ദ്വീപിനകത്താണ്. നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാര്യം പിടികിട്ടി കാണും. ഹല്ലേലൂയ. ഇപ്പം എവിടെ വന്നു നിൽക്കുന്നത്? ഈ രക്ഷപ്പെടുന്നതിന് മുൻപാണ് ഈ ദ്വീപിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവരവിടെ എന്ത് ചെയ്യത്തില്ല, ചെല്ലാൻ ഇഷ്ടപ്പെടത്തില്ല. കാര്യം അങ്ങനെയുള്ള ഒരു ദ്വീപാണ് മെലീത്ത ദ്വീപ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് മാൾട്ട എന്ന രാജ്യം അനേകം ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയത്, വിഷപ്പാമ്പുകൾ ഇല്ലാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ മാൾട്ട ദ്വീപിലാണെന്നാണ് സയൻസ് പറയുന്നത്. വിഷപ്പാമ്പുകളില്ല, പാമ്പുകൾ തന്നെ അവിടെ കുറവാണ്. പിന്നെ ഉള്ള പാമ്പുകൾക്ക് എന്തില്ല, വിഷമില്ല. കാര്യം വിഷം പണ്ട് എടുത്തു കളഞ്ഞതാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. ഈ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെയും പിശാച് എന്ത് ചെയ്തു? താൻ സഞ്ചരിച്ച പടകനെ എന്ത് ചെയ്തു? തകർത്തിട്ട് ഇപ്പോൾ എവിടെ കിടക്കുക? ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? ഇപ്പം പൗലോസും കൂടെയുള്ള ബന്ധനസ്ഥ ആളുകൾ എവിടെയാണ് കിടക്കുന്നത്? വെള്ളത്തിൽ. സ്തോത്രം. ഇന്നലെ വരെ നല്ലൊരു കെട്ടുറപ്പുള്ള നല്ല ഒരു പ്രൊട്ടക്ഷൻ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കിടപ്പ് വെള്ളത്തിലാണ്. പൗലോസ് എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്നറിയാമോ? ഈ പൊളിഞ്ഞ കപ്പലിൻ്റെ പലകയെ പിടിച്ചോണ്ടാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ആ കിടപ്പൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത്. രക്ഷപ്പെടാൻ വേണ്ടി ഒരു മനുഷ്യൻ വെള്ളത്തിൽ കിടന്ന് എന്തെല്ലാം കാണിക്കും? നീന്തലറിയാവോ? എന്നാൽ പോയി, എല്ലാം പോയി. പണ്ടൊരു സായിപ്പിൻ്റെ വള്ളത്തേൽ വഞ്ചിയിൽ ഒരു ബോട്ട് വള്ളക്കാരൻ്റെ വഞ്ചിയിൽ സായിപ്പ് വന്ന് കയറി. സായിപ്പ് വഞ്ചിക്കാരനോട് ചോദിച്ചു, നിനക്ക് തിയോളജി അറിയാമോ? വള്ളക്കാരന് തിയോളജി വല്ലതും പറഞ്ഞു. അവൻ പറഞ്ഞു, ക്യാ മാലും, എനിക്ക് അതൊന്നും അറിയത്തില്ല, നിൻ്റെ ജീവിതത്തിൻ്റെ 25% പോയെന്ന് പറഞ്ഞു. ഉടനെ സായിപ്പ് ചോദിച്ചു, നിനക്ക് ബയോളജി അറിയാമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം, നിൻ്റെ 50% പോയെന്ന് പറഞ്ഞു.
അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വഞ്ചിയിലോട്ട് വെള്ളം കയറി കഴിഞ്ഞപ്പോൾ വഞ്ചിക്കാരൻ സായിപ്പിനോട് ചോദിച്ചു, സായിപ്പിന് നീന്തോളജി അറിയാമെന്ന് ചോദിച്ചു. സായിപ്പ് പറഞ്ഞു, എനിക്കറിയത്തില്ല. സായിപ്പിൻ്റെ 100% പോയത്. ഇതാ എൻ്റെ കാര്യം. സ്തോത്രം. സായിപ്പിൻ്റെ കാരണം അറിയേണ്ട സാധനം പുള്ളിക്ക് ലോകത്തിലെല്ലാ പരിജ്ഞാനവും ഉണ്ട്, പക്ഷെ നീന്താൻ പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. വെള്ളത്തിൽ പോകുമ്പോൾ നീന്താൻ അറിയത്തില്ലെങ്കിൽ വെള്ളം കുടിച്ച് ചാകുമെന്നുള്ളത് ഡെഫിനറ്റാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ വെള്ളത്തിലോട്ട് പോയ ഈ ആളുകളും ഈ പൗലോസും വാഗ്ദത്തമുള്ളവനും ദൂത് കേട്ടവനും തലേരാത്രി പോലും ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൂത് പറഞ്ഞ് ഒന്നും ഭയപ്പെടേണ്ടെന്നൊക്കെ ആളുകളോട് അടിച്ച് ദൂതൊക്കെ വിട്ടു. ഒന്നും നിങ്ങൾക്ക് സംഭവിക്കുന്നതൊക്കെ പറഞ്ഞതിൻ്റെ അടുത്ത നിമിഷം എന്ത് ചെയ്തു? ഈ കപ്പൽ പോയി ഒരു പാറയെ പോയി ഇടിച്ചു തകർന്ന് തരിപ്പണമായി പലക കഷ്ണത്തിൽ ജീവന് വേണ്ടി പെടയുന്ന ചിലരുമായിട്ട് ഇപ്പോൾ പൗലോസ് വെള്ളത്തിൽ കിടക്കുക. ഹലോ നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ. ഇപ്പോൾ ജീവന് വേണ്ടി പെടയുകയാണ്. എവിടെയാണ് ഞാൻ കയറേണ്ടത്, എങ്ങനെ ഞാൻ രക്ഷപ്പെടുമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെയും സ്വർഗം തകർക്കുവാൻ പിശാച് നോക്കിയെങ്കിലും അവിടെയും ഒരു പദ്ധതി ദൈവമായിട്ടൊരുക്കി. ഈ ദൂത് കയറി വരുമ്പോൾ നിങ്ങൾക്ക് കയറി പിടിച്ചോണം കേട്ടോ. പൊളിച്ചെടുത്ത് പൊളിച്ചെങ്കിൽ ഓർത്തോണം. മറ്റൊരിടത്ത് കരപറ്റിക്കും ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. പൊളിച്ചത് പിശാചല്ല, പൊളിച്ചത് ദൈവമാ. ഹല്ലേലൂയ. ബോധ്യമുള്ളവർ ഒന്ന് കൈവയ്ക്കേ. എന്നെ പൊളിച്ചത് പിശാചല്ലെന്ന്. ഹല്ലേലൂയ. എന്നെ പൊളിച്ചത് ദൈവമാ. കാരണം ദൈവത്തിന് എന്നെ മറ്റൊരു തലത്തിൽ പണിയുവാൻ ആഗ്രഹമുണ്ട്, മറ്റൊരിടത്ത് ഉയർത്തുവാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. അപ്പോൾ ഇവിടെ രക്ഷപ്പെട്ടതിന് ശേഷം ഇവരറിയുകയാണ്, അയ്യോ ഞങ്ങൾ വന്ന് പെട്ട സ്ഥലം സാധാരണക്കാരുടെ സ്ഥലമല്ല, ഇത് ഭയങ്കര കത്തോലിക്ക സ്പിരിറ്റുള്ള സ്ഥലമാണ്. എന്താ? ഭയങ്കര സ്പിരിറ്റുള്ള സ്ഥലം. നിങ്ങളൊന്നും കത്തോലിക്കരെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇതൊക്കെ എന്ത് കത്തോലിക്ക? ഇതൊരു കത്തോലിക്കയാണ്, ഇത് വെറുതെ പടം. ഫൈസലോ യഥാർത്ഥ കത്തോലിക്കരെ കാണെങ്കിൽ മെക്സിക്കോയിൽ പോകണം. അവർ ഈ കുരിശിനെ നമ്മളിങ്ങനെ നേരെ നിന്ന് ആരാധിക്കുമ്പോൾ അവർ കുരിശിടുന്ന തലതിരിച്ചാണ്, അപ്സൈഡ് ഡൗൺ. ഞാൻ ആരോടെങ്കിലും ചോദിച്ചാൽ ആർ യു ക്രിസ്ത്യൻ എന്ന് ചോദിച്ചാൽ, നോ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, ഐ ആം എ കാത്തോലിക്. ഇവിടെ ആരല്ലോ അങ്ങനെ പറയൂ? ഇവിടെ ഒരു കത്തോലിക്കോട് നീ ക്രിസ്ത്യാനി അതേ എന്ന് പറയും. പക്ഷെ മെക്സിക്കോയിൽ പോയി, അമേരിക്കയിൽ പോയി ഒരു കത്തോലിക്കനോട് നീ ചോദിച്ചാൽ ആർ യു എ കാത്തോലിക് ചോദിച്ചാൽ, ആർ യു എ ക്രിസ്ത്യൻ എന്ന് ചോദിച്ചാൽ അവൻ പറയും നോ ഐ ആം എ കാത്തോലിക്. ഭയങ്കര സ്പിരിറ്റാ. ഇതിനെ പൊട്ടിക്കണി അഭിഷേകം തന്നെ വേണമെന്നേ. ഹല്ലേലൂയ. ഇതിനെ പൊട്ടിക്കണമെങ്കിൽ അഭിഷേകം തന്നെ വേണം. അങ്ങനെയുള്ള ചിലയിടത്തെ കർത്താവ് ഇതിൽ പണിയാൻ പോകുന്നു. ഇന്ന് പകൽ ദൈവത്തിനകത്ത് ശക്തമായി പറയുന്നു, ഈ മാൾട്ട ദ്വീപിനകത്തോട്ട് നിന്നെയും സഭയും കയറ്റിയത് ദൈവമാണെങ്കിൽ ഹല്ലേലൂയ, ഇവിടെ ചില ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ചില വീര്യപ്രവൃത്തികൾ നടക്കുവാനുണ്ട്, ഇവിടെ ചില ദൈവപ്രവൃത്തികൾ നടക്കുവാനുണ്ട്. അന്ന് വരെ നിലനിന്ന അന്ധവിശ്വാസങ്ങളെ സ്വർഗം പൊളിച്ചു. അന്ന് വരെ നിലനിന്ന അനാചാരങ്ങളെ സ്വർഗം പൊളിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവസഭയോട് വിളിച്ചു പറയുന്നു, ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും എതിരെ ഉയർന്നെടുക്കുന്ന ചില അനാചാരങ്ങളെയും ചില അന്ധവിശ്വാസങ്ങളെയും സ്വർഗം ഇന്ന് പകൽക്കാലം പൊളിച്ചെടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ ഭാഗം വായിച്ചപ്പോൾ ഇന്ന് രാവിലെ ദൈവം തന്ന ദൂതാ കേട്ടോ. അവസാനം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് മേടിച്ചൊരു ദൂത, കർത്താവേ എന്താന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി മാത്രം നീ പ്രസംഗിച്ചാൽ മതി, അപ്പോസ്തല പ്രവൃത്തി നടക്കുന്ന സകല കാര്യങ്ങളും അവിടെ നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കറിയാം അതിനു വേണ്ടി വല്ലാതെ കൊതിക്കുന്നതിനകത്ത് ചിലരുണ്ട്. റോബാന ഹന്തൽ ഖമാനകക്ഷസിയ ചില ഭൂതത്തിന്മേലുള്ള അധികാരം ഞാൻ ഇതിനകത്ത് കൈമാറും. ഹല്ലേലൂയ. ഇന്നും വന്നിട്ടുണ്ട് ചിലതൊക്കെ, അതിവിടെ നിൽക്കുമ്പോൾ നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. ശക്തമായി പ്രാർത്ഥിച്ചു. ഇങ്ങനെ കൂർപ്പിച്ച ചിലരൊക്കെ പിശാചിനെ നോക്കുന്നത് നിങ്ങൾ കണ്ടോ? പിശാചിനെ ഐ ക്യാൻ സീ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ പ്രസംഗിപ്പിക്കത്തില്ലടാന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളുടെ ചർച്ചിൽ എല്ലാ ഞായറാഴ്ചയും പുതിയ ആളുകൾ വരും. ജോശുവെ ഞാൻ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക, ഭൂതത്തിന്മേലുള്ള അധികാരം കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് സ്തോത്രം, അങ്ങനെയുള്ള ചില ശുശ്രൂഷകൾ തന്നെ ഇവിടെ നടക്കും. ഹല്ലേലൂയ. പിശാച് അടക്കി വെച്ചിരിക്കുന്ന, പിശാച് ആധിപത്യം വെച്ചിരിക്കുന്ന,
പിശാച് അടക്കി ഭരിക്കുന്ന ചില അവകാശങ്ങളെ യേശുവിന്റെ നാമത്തിൽ I break in the name of Jesus. ചില 21-40 ഇവിടെ തുടർമാനമായിട്ട് നടക്കാൻ പോവുക കേട്ടോ. 21-40 ധ്യാന ഉപയോഗം പോലെ കൂടാൻ പോവുകയാണ്. അനേക ദൈവദാസന്മാർ വന്ന് നിന്ന് ശുശ്രൂഷിക്കും, അനേക വിടുതലുകൾ നടക്കും. കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത്, എങ്ങനെയാണോ ആളുകൾക്ക് അതേപോലെയുള്ള ഓരോ ഒഴുക്ക്. അതിന് കൊറോണ ഒരു വിഷയമല്ല, ഒമിക്രോൺ ഒരു വിഷയമല്ല. ദൈവം തൻ്റെ സമയത്ത് തന്നെ പ്രവർത്തിയെ ചെയ്യും. അത് ആഗ്രഹിക്കുന്ന കരങ്ങളെ തൊട്ട് ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. ലോർഡ്, അത് ഈ പട്ടണത്തിൽ ഞങ്ങളുടെ സഭയ്ക്ക് നടക്കട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ. കൃപയുള്ള, കൃപാപരമുള്ള, വെളിപ്പാടുള്ള ചില അഭിഷക്തന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രക്ഷപ്പെട്ട ശേഷം ഞങ്ങൾ തിരിച്ചറിഞ്ഞു, ഞങ്ങൾ വന്ന് പെട്ടിരിക്കുന്ന സ്ഥലം സാധാരണ സ്ഥലമല്ല. ഹല്ലേലൂയ. ഇത് റോമൻ പ്രൊവിൻസിനകത്തുള്ള റോമൻ ഭാഷ അറിയാത്ത ചില കാട്ടിയാതികളുടെ ഇടയിലാണ്. അവരന്ന് കൊടുത്തിരിക്കുന്ന പേര് ബർബേരിയന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങ് കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നല്ല, പരിഷ്കാരം വേണ്ട രീതി വന്നിട്ടില്ല. സ്തോത്രം. 1-5 രണ്ടാമത്തെ അവരെന്ത് ചെയ്യും? എഴുത് കളയും. സ്തോത്രം. അവരുടെ ദ്വീപുവാസികളാണ്. പുറത്തുള്ള ആളുകളുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കപ്പൽ മൊത്തം തകർത്ത് പൗലോസും തൻ്റെ കൂടെയുള്ള ബന്ധനസ്ഥായിരിക്കുന്ന ആളുകൾ എവിടെ വന്നു വിട്ടു? സ്തോത്രം. ഇവരാകെ വല്ലാതെ വിറച്ചു കാണും. നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ബർബരന്മാർ എന്ത് ചെയ്തു? സാധാരണ രീതിയിൽ അവർ ദയ കാണിക്കാത്തവരാണ്. പക്ഷേ അവിടെ ഒരു അസാധാരണമായ ദയ അവർക്ക് കാണിച്ചു. ഈ വന്ന് പെട്ട സമയം ശീതകാലമാണ്. എന്താ? മഴയുള്ള സീസണാണ്. എ സീസൺ ഓഫ് ഡെലിവറൻസ്. നമ്മൾ വിചാരിക്കുന്ന സീസണിലല്ല ഡെലിവറി. മഴയാണല്ലോ, തണുപ്പാണല്ലോ, ഇനിയിപ്പോൾ എന്തോ പ്രവർത്തിക്കാനാ. അവിടെ ഈ ആ പ്രവർത്തനം നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. വന്ന് പെട്ട സ്ഥലം കുഴഞ്ഞ സ്ഥലമാണല്ലോ. വന്ന് നിൽക്കുന്ന സ്ഥലം അബദ്ധത്തിലാണ്. അല്ല. ഹല്ലേലൂയ. ഇത് ദൈവം നിന്നെ കൊണ്ടുവന്നതാ. എന്തിനാണെന്നറിയാമോ? ചിലതിനെ പൊളിച്ചെങ്കിൽ മാത്രമേ ചിലയിടത്ത് നിന്നെ എനിക്ക് എത്തിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ ദേശത്തേക്ക് വന്നത് ദൈവഹിതപ്രകാരമാണെന്നും ആലോചന പ്രകാരമാണെന്നും അതിന് ദൈവം കൊണ്ടുവന്നാണെന്ന് ബോധ്യമുള്ളവർ എന്ന് പറഞ്ഞാട്ടെ. യെസ്, ഞങ്ങളത് വിശ്വസിക്കുന്നു. Lord Jesus, hallelujah. ആ ഭാഗം ഒന്നുകൂടെ വേർത്ത് വായിച്ചിട്ട് അങ്ങനെ വന്നു കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു സാധാരണ സ്ഥലമാണ്. ഇവിടെ ഒതുക്കാൻ പറ്റാത്ത നിലയിലുള്ള പല വ്യക്തികളുള്ള സ്ഥലമാണ്. വായിച്ച മോളെ. ആ ആ ആ ആ സ്തോത്രം. ആ ആമേൻ. അവനോ ആ ജന്തുവിനെ തീയിൽ, അതിന് ഇംഗ്ലീഷിൽ ഇഫ് യു ക്യാൻ റീഡ് ഇൻ ഇംഗ്ലീഷ് ദാറ്റ് ബി ഗ്രേറ്റ്. ആംപ്ലിഫൈഡ് വേർഷൻ കൊണ്ട് വായിച്ച് ഞാൻ ഇരിക്കാൻ പോവുകയാണ്. Do you have amplified version? 28. Let me read for you. Okay. Means now Paul had gathered a bundle of sticks and he was laying them on the fire when a viper crawled out because of the heat and fastened itself on his hand. When the natives saw the little animal hanging from his hand, they said one another, "Doubtless this man is a murderer, for though he has been saved from the sea, justice of goddess of Evening has not permitted that he should alive." Then Paul simply shook off his small creature. എന്താ പൗലോസ് എന്ത് ചെയ്ത്? അയ്യോ, പേടിച്ച് വലിച്ചു പറയല്ലേ. അത് കയ്യിലോട്ട് കയറിയപ്പോൾ അതിനെന്ത് ചെയ്തു? ചുമ്മാ സിമ്പിളി ഷൂക്ക് ചെയ്തു. സിമ്പിളി കൈ ഒന്ന്, ഹലോ,
എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇവരാദ്യമായിട്ടൊന്നുമില്ല അവിടെ തീ കത്തിക്കുന്നത്, ഇവരിതിനു മുമ്പും തീ കത്തിച്ചിട്ടുണ്ട്. പക്ഷെ കത്തിക്കേണ്ടവൻ വന്ന് കത്തിച്ചപ്പോൾ അകത്തിരിക്കുന്ന ജന്തു പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ അതുവരെ ആ ദ്വീപിനെ അടക്കി ഭരിച്ചിരുന്ന ചില അധികാരം പുറത്തു വന്നു. പുറത്തു വന്നപ്പോൾ അഭിഷേകമുള്ള പൗലോസ് അധികാരത്തെ എടുത്ത്, ഹലോ, ഞാനിവിടെ നിർത്തുക, എൻ്റെ സമയം ഒത്തിരി പോയെന്ന് എനിക്കറിയാം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആ അധികാരം സ്വർഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി, തിരിച്ചറിഞ്ഞാൽ മാത്രം ആ അധികാരം നിങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ചില അവകാശങ്ങളെയും ചില ശക്തികളെയും ചില പാതാള ഗോപുരങ്ങളെയും സിംപ്ലി ഷുക്ക് ഔട്ട് ദ ഫയർ. ഹല്ലേലൂയ. അതിനെ വെറുതെ തീയിലോട്ട് എന്ത് ചെയ്യുക? ഒന്നിട്ട് കളഞ്ഞേക്കുക. റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഗോഡ് വിൽ ഡു ദാറ്റ്. ഹല്ലേലൂയ. ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്തോളും. പട്ടണം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക, പട്ടണം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. ഇവിടെ ചില ശുശ്രൂഷകൾ വെളിപ്പെടും. ഹല്ലേലൂയ. ഇവിടെ ചില ഉണർവ് നടക്കും. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ ഇതുവരെ നടക്കാത്തതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകും. ഹല്ലേലൂയ. ചില ആഭിചാര ശക്തികൾ അടിയറ പറയും. പട്ടണത്തിന് ദേശാധിപതി ശക്തികൾ അടിയറ പറയും. ഇത് ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ഈ പട്ടണത്തെ വേർതിരിച്ചിരിക്കുന്നു. കടകളടച്ചാട്ടെ. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഒന്നും ആയിട്ടില്ല, എനിക്കറിയാം. എൻ്റെ വിഷയത്തിൻ്റെ പ്രാരംഭം പോലുമായിട്ട്. പക്ഷെ ദൂത് അവൻ വല്ലാതെ എന്നെ കയറി പിടിച്ചു നിർത്തി. റമന ഹന്തൽ ഖമൗഡബാരകച്ചസിയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ആ ദൂതിനെ വീണ്ടും കൈമാറുന്നു. നിസ്സാരമായിട്ട് വൽക്കരിക്കാതെ ഈ ദേശം നിങ്ങളുടെ അവകാശമാണെന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു വിളവെടുപ്പിന് വേണ്ടി, അത് കൊയ്തെടുക്കുവാൻ വേണ്ടി തോളോട് തോൾ ചേർന്ന് നിന്ന്, കരത്തോട് കരം ചേർത്ത് പിടിച്ച്, ഏക ഹൃദയത്തോടെ ഏക അഭിപ്രായത്തോടെ ഈ പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, ഹല്ലേലൂയ, അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ ദൈവത്തെ ആരാധിപ്പീൻ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ ആത്മാവ്, ഇവിടെയുള്ളൊരു കുഞ്ഞ് സാക്ഷ്യം ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ആ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. there is a freedom in the spirit. there is a spirit. ഹല്ലേലൂയ. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് പകൽക്കാലം ആ സ്വാതന്ത്ര്യം അനുഭവിച്ചവർ കരങ്ങൾ തട്ടി. ഹല്ലേലൂയ. ഓ റിഗ ബാല 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 ബുഡ ബാല 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 വേരെ വേരെ റിഗ ബാല ദാര ദാര ബാല രഗ ബാല വേരെ ലേ സഗല ദരിഗ ബാല ജര ബാല ബുഡ ബാല റബ ജര തീര ബാല സഗല ബ തീര ബാല റിഗ ലേ ചൂട ബാബ തീര ബാല റിഗ ബാല ശബ രഗ ജഗ ധാര റിഗ ലേ രഗ ജഗ ധാര ബാല റബ ചൂട ബാബ ധര ബാ റിഗ ബാല റിഗ ലേ റിഗ ലേ റിഗ ലേ റിഗ ദബ ജിഗ ധാര റിഗ ജര ധാര Pura baba raga jaga dara bala bere bere pura bala shamdhara dari bala batra bhaida garam tal khaudam bala dhira yura dari ga bala shaudara dari ga bala. Yes, gori 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 gura bala shaba baba dhira juda bada riga bala shamdhara dari ga bala riga le diga raba juda bala shamdhara da karagale totti. Hallelujah. ശബ്ദം ഉയർത്തി. ഹല്ലേലൂയ. പട്ടണത്തിന് അവകാശങ്ങൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. പട്ടണത്തിന് ചില വെല്ലുവിളികൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ഞാൻ പ്രവർത്തിക്കുന്നു, ആർ തടുക്കും? യെസ്. ചൂടാബാല റിഗാബാല ശബാരാദ റിഗാബാല എസ്മേനെ തേരെ ഖാബാസ് പോറോ ഷാഥാരാ ബാബാലിൻ ഖേസ്മാറൗഡബാല ഗസ്റ്റസിയ. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരുക്കിയ ഭാഗ്യത്തോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോടും സഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് ലോ ബാബ ശബരേ.